പ്രാണായാമത്തിന്റെ പ്രസക്തി വൈദ്യശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയും. ഈ പ്രാണന്റെ ഗതി കുറഞ്ഞു വരുമ്പോൾ നമ്മുടെ ഈ വേവ്സ് മാറി വരുന്നത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഈ പറഞ്ഞ ഏറ്റവും താഴത്തെ ലെവലിലേക്കൊക്കെ വരുന്ന സമയത്ത് നമുക്ക് അതിന്റെ വേവ്സ് ഡെൽറ്റ ഗാമ വേവ്സിലേക്ക് പോകും. ശ്വാസം പൂർണ്ണമായിട്ടില്ലാത്ത പ്രാണനെ പൂർണ്ണമായി യോജിച്ച് ദീർഘനേരം ഒരാൾക്ക് ഇരിക്കാൻ കഴിയുമെങ്കിൽ അത് ഗാമ വേവ്സിനായിരിക്കും. പ്രാണന്റെ ചലനത്തെ വളരെ കുറച്ച് ഒരു മിനിറ്റിൽ ഒരു തവണയൊക്കെയുള്ള ശ്വാസ ഗതിയിലൊക്കെ ആണെങ്കിൽ ഒരാൾക്ക് ഈ ഡെൽറ്റ വേവ്സിൽ തുടരാൻ വേണ്ടിയിട്ട് സാധിക്കും. അല്ലെങ്കിൽ 1-2 ഒക്കെയാണ് അയാളുടെ ശ്വാസഗതിയെങ്കിൽ ഡെൽറ്റ വേവ്സ് ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട്. വീണ്ടും ശ്വാസഗതി 7-ൽ താഴെയാണ് ഒരാളുടെ ശ്വാസഗതിയെങ്കിൽ അയാൾ തീറ്റ വേവ്സിലായിരിക്കും ഉണ്ടാവുക. മനസ്സിലായില്ലേ? അപ്പൊ ഇങ്ങനെ ബ്രെയിൻ വേവ്സിനെ നമുക്ക് ഈ പ്രാണന്റെ ചലനവുമായിട്ട് ക്രമപ്പെടുത്തിയിട്ട് കാണാൻ വേണ്ടിയിട്ട് കഴിയും. ഇതാണ് ആരോഗ്യത്തിന്റെ രഹസ്യം, അല്ലെങ്കിൽ പ്രാണായാമത്തിന്റെ രഹസ്യം എന്ന് പറയുന്നത് ഇതിലാണ് ഇരുന്നത്. എന്തിൽ? ശ്വാസത്തിന്റെ ഗതിയെ കുറച്ചു കൊണ്ടുവരുന്നതാണ് പ്രാണായാമത്തിന്റെ രഹസ്യം എന്ന് പറയുന്നത്. അല്ലാതെ എടുത്തുവിടുന്ന ഈ ശക്തിയായിട്ട് വിടുന്നതോ ഒന്നിലെടുത്ത് അതിൽ വിടുന്നതോ അല്ലെങ്കിൽ ബലം പിടിക്കുന്നതോ ഒന്നും അല്ല പ്രാണായാമത്തിന്റെ രഹസ്യം. പ്രാണന്റെ വേഗത കുറയ്ക്കുക എന്നുള്ളതാണ് പ്രാണായാമത്തിന്റെ രഹസ്യം എന്ന് നമ്മൾ അറിയണം. അപ്പൊ ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ സിദ്ധാന്തം അനുസരിച്ച് പറയുമ്പോഴും പ്രാണായാമത്തിന്റെ ഗതി വേഗം കുറയ്ക്കുന്ന സമയത്ത് നമുക്ക് ഓക്സിജൻ ട്രാൻസാക്ഷൻ കൂടുന്നു എന്നുള്ളതാണ്. ഒരു മിനിറ്റിൽ നമ്മൾ 15 മുതൽ 18 വരെ ആവർത്തി ശ്വാസം എടുത്തു വിടുന്ന ഒരാളാണെങ്കിൽ ഒരു ശ്വാസത്തിൽ നമുക്ക് ലഭിക്കുന്ന മാക്സിമം ഓക്സിജന്റെ ലെവൽ 5 to 6% ആണ്. ഏതാണ്ട് 30% ഓക്സിജൻ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നുണ്ട്. ഒരു ശ്വാസത്തിൽ മാക്സിമം 30% വരെ ഓക്സിജൻ നമ്മുടെ ഉള്ളിൽ കടന്നു വരുന്നുണ്ട്. മറ്റ് വാതകങ്ങൾ ഉൾപ്പെടെ പലതും കൂടി ചേർന്നിട്ടാണ് വരുന്നത്. അതിൽ ഓക്സിജന്റെ ലെവൽ ശരാശരി നമ്മുടെ ശരീരത്തിൽ 26 to 30 ഒക്കെയാണ് നമ്മുടെ പെർസെന്റേജ് ഒക്കെ പറയുന്നത്. അതിൽ തന്നെ നമ്മൾ ആ ശ്വാസം എടുത്ത് തിരിച്ചു വിടുന്നതിനിടയ്ക്ക് നമ്മുടെ ശ്വാസകോശത്തിൽ സ്വീകരിക്കുവാൻ കഴിയുന്ന ഓക്സിജന്റെ ലെവൽ പറയുന്നത് 5 to 6% ആണ്. ഈ ശ്വാസത്തിന്റെ ദൈർഘ്യം കൂടുമ്പോൾ കൂടുതൽ നേരം നമ്മുടെ ഉള്ളിൽ ശ്വാസം നിലനിൽക്കുകയാണെങ്കിൽ, അങ്ങനെ കൂടുതൽ നേരം നമ്മുടെ ഉള്ളിൽ ശ്വാസം നിലനിന്നു കഴിഞ്ഞാൽ ഓക്സിജൻ ട്രാൻസാക്ഷൻ ടൈം വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോ ഒരു മിനിറ്റിൽ 1 മുതൽ 3 ആവർത്തി വരെ ഒരാൾ ശ്വാസം എടുത്തു വിടുകയാണെങ്കിൽ ഓക്സിജൻ ട്രാൻസാക്ഷൻ ടൈം അത് എബോവ് എന്തായിട്ട് മാറും? 15 to 21% മാറും. 5 എന്നുള്ളത് 15 മുതൽ 21% വരെ ശ്വാസത്തെ നമുക്ക് ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കും. ശ്വാസത്തിന്റെ ഗതി കുറഞ്ഞു വരുന്നതനുസരിച്ച് മിനിറ്റിൽ 1 എന്നുള്ള അവസ്ഥയിലേക്ക് പറഞ്ഞ് 21% വരെ നമുക്ക് ഓക്സിജനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ആ ഓക്സിജൻ ട്രാൻസാക്ഷൻ ടൈം വർദ്ധിക്കാൻ ഇതിന്റെ ഗതിയെ വർദ്ധിപ്പിക്കുന്നത് കൊണ്ട് നമുക്ക് സാധിക്കും എന്നുള്ളതാണ് നമുക്ക് കാണുവാൻ വേണ്ടിയിട്ട് കഴിയുക. അപ്പൊ ഓക്സിജൻ എന്തോ ശരീരത്തിൽ കൂടിയ എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞ ആധുനിക വൈദ്യശാസ്ത്രം ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇവിടെ പ്രാണായാമം കൊണ്ട് ഓക്സിജനെ ശരിയാക്കലല്ല പ്രാണായാമത്തിന്റെ ഉദ്ദേശം. ഓക്സിജനെ ശരിപ്പെടുത്തലല്ല എന്നുള്ളതാണ്. പിന്നെ നമ്മളുടെ ഓക്സിജൻ എന്നൊക്കെ പറയുമ്പോൾ നാച്ചുറൽ ഓക്സിജൻ നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോഴുള്ള നമ്മൾ പുറത്തുനിന്ന് ഒരു ഓക്സിജനെ ആകട്ടെ അടിച്ചു കയറ്റുമ്പോഴുള്ള വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ആ വ്യത്യാസം നാച്ചുറൽ ആയിട്ടുള്ള ഏതൊരു സാധനത്തിനും ശരീരത്തെ നാച്ചുറൽ ആയിട്ടുള്ള സ്ഥിതിയിൽ അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും ഉന്നതമായ അവസ്ഥയിലേക്കൊക്കെ കൊണ്ടുപോകാനുള്ള കഴിവൊക്കെ ഉണ്ട്. അല്ലാതെ നമ്മുടെ ഈ നാച്ചുറൽ അല്ലാത്ത പ്രകൃതിദത്തം അല്ലാത്തതിന്റെ കാര്യമല്ല. പ്രകൃതിദത്തം അല്ലാത്തതിന് പല പരിമിതികളും ഉണ്ട്. അപ്പൊ പ്രകൃതിദത്തം അല്ലാത്തതൊക്കെ ശരീരത്തിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. പക്ഷെ പ്രകൃതിദത്തമായ ഒന്നിനും അതിന് സാധിക്കില്ല. ആ പ്രകൃതിദത്തമായതൊക്കെ തന്നെ ആ പ്രകൃതിയെ സംരക്ഷിക്കുന്നതാണ്. അപ്പൊ ശരീരത്തിന്റെ പ്രകൃതിയെ സംരക്ഷിക്കുന്നത് ഒരു സാധനം അത് ശരീരത്തിൽ വരുന്നതനുസരിച്ചിട്ട് നാച്ചുറലായ ആ സാധനം ശരീരത്തിലേക്ക് വരുമ്പോൾ അത് ആ ശരീരത്തിന്റെ സംവിധാനത്തെ കൂടുതൽ ക്രമപ്പെടുത്തുകയും ചെയ്യും. ഉദാഹരണത്തിന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഴം, മരത്തിൽ നിന്ന് പഴുത്ത സാധനം നമ്മളെടുത്ത് അങ്ങനെ തന്നെ കഴിക്കുകയാണെങ്കിൽ അതിന് പിന്നെ ആ ഫ്രൂട്ട്സിന് ദഹനം ഇല്ലാന്ന് പറയും. അത് ആ ശരീരത്തിലേക്ക് പോകുന്നതോടുകൂടി തന്നെ ദഹിച്ചങ്ങ് ഇല്ലാണ്ടാവുകയും. എന്നാൽ അത് പറിച്ചു വെച്ച് പഴുപ്പിച്ച് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് ദഹിക്കാൻ 1 മണിക്കൂർ വരെ വേണം എന്ന് പറയും. ആ പഴം ദഹിച്ചു മാറാൻ നമ്മുടെ ശരീരത്തിൽ 1 മണിക്കൂർ വരെ വേണം ആ ഫ്രൂട്ട്സിന്. പക്ഷെ മരത്തിൽ നിന്ന് പഴുത്ത അങ്ങനെ തന്നെ കിട്ടിയ സാധനത്തെ നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് കഴിച്ചു തീരുന്നതോടുകൂടി ദഹിച്ചു തീരും. ഇതാണ് നാച്ചുറൽ ആയിട്ടുള്ള ഒരു സാധനത്തിന്റെ ആ ഒരു എഫക്ട്. അത് വീണ്ടും നമ്മൾ കാർബൈഡ് ഒക്കെ ഉപയോഗിച്ച് അല്ലെങ്കിൽ പ്രത്യേക ഈ പച്ചമാങ്ങ തല്ലി പഴിപ്പിക്കുക എന്നൊക്കെ പറയുമ്പോഴാണ് അതിന് വീണ്ടും എന്തുണ്ടാകുന്നത്? ഇതിന്റെ ദൈർഘ്യം വീണ്ടും ദഹന ദൈർഘ്യം വീണ്ടും കൂടുന്നത് അങ്ങനെയൊക്കെ വരുമ്പോഴാണ്. പിന്നെ അതിനെ പാകം ചെയ്യുമ്പോൾ എന്താണ് അതിന്റെ നാച്ചുറൽ ആയിട്ടുള്ള അവസ്ഥയ്ക്ക് മാറ്റം വരുന്നു. അപ്പോൾ ദഹന ദൈർഘ്യം വീണ്ടും വർദ്ധിക്കും. ആ നാച്ചുറൽ ആയത്, പ്രകൃതി ദത്തമായത്, അതിന്റെ പ്രകൃതി അങ്ങനെ തന്നെ നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ അതിന് ശരീരത്തിൽ പെട്ടെന്ന് അതിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് കഴിയും. ആ സാധനത്തിന്റെ പ്രകൃതിയെ മാറ്റുമ്പോൾ ആ മാറിയ പ്രകൃതിയിൽ നമ്മുടെ ശരീരത്തിന് അതിനെ സ്വീകരിക്കാൻ കൂടുതൽ സമയം
ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട അതുമായിട്ട് ബന്ധപ്പെട്ട സിദ്ധാന്തം. അപ്പൊ ഇവിടെ ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണകൾ ചില വൈദ്യശാസ്ത്ര വിദഗ്ധന്മാര് വന്നിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ പ്രാണൻ എന്ന് ഉദ്ദേശിക്കുന്നത് കേവല ഓക്സിജനെ അല്ല പ്രാണൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. പ്രാണായാമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്സിജന്റെ അളവ് വർദ്ധിപ്പിക്കുക എന്നുള്ള മാനദണ്ഡത്തിൽ അല്ല. കാരണം ഇവിടെ നാഡികളുമായി ബന്ധപ്പെട്ട ശരീരത്തിന്റെ ജീവനുമായിട്ട് ബന്ധപ്പെട്ട പ്രക്രിയയാണ് ഇവിടെ നമ്മൾ പ്രാണൻ എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത്. കാരണം നമ്മൾ ആലോചിക്കാം, ശ്വാസത്തെ നമ്മൾ സ്വീകരിക്കുമ്പോൾ ഓക്സിജനെ അല്ല സ്വീകരിക്കുക. ഓക്സിജനെ സ്വീകരിക്കാനാണെങ്കിൽ നമുക്ക് ബ്ലഡ്, അതിന്റെ സംവിധാനം നമ്മുടെ ധമനികളാണ്, അല്ലെ, രക്തധമനികളാണ്. ആ ധമനികളിലൂടെയാണ് നമ്മൾ രക്തത്തോടൊപ്പമാണ് നമ്മൾ ഓക്സിജനെ കൊണ്ടുപോകുന്നത്. പക്ഷെ പ്രാണൻ ഓക്സിജൻ അല്ല. അതുകൊണ്ട് തന്നെ അതിന് പോകാനുള്ള റൂട്ടിന് നാഡികൾ എന്നാണ് പറയുന്നത്, അഥവാ നാഡികൾ എന്നാണ് പറയുന്നത്. മറ്റേ ധമനികൾ എന്നാണ്. നമ്മുടെ ശരീരത്തിൽ ധമനികളുമുണ്ട്, നമ്മുടെ ശരീരത്തിൽ നാഡികളുമുണ്ട്. അപ്പൊ നാഡികളിലൂടെയുള്ള പ്രാണൻ, അതിലൂടെ പോകുന്ന ഊർജത്തിന് പറയുന്ന പേരാണ് എന്ത്? പ്രാണൻ എന്ന്. അതിനെയാണ് നമ്മളിവിടെ ശരിയാക്കുന്നത്, അല്ല ഓക്സിജനെ അല്ല. ഇത് നമ്മുടെ മനസ്സിൽ തെറ്റിദ്ധാരണ ഉണ്ടാവാത്ത രീതിയിൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും. സ്വാഭാവികമായിട്ട് ഓക്സിജൻ ലെവലിൽ നമുക്ക് മാറ്റം വരുത്താൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളത് പ്രാണായാമത്തിന്റെ സവിശേഷതയായിട്ട് നമ്മൾ കാണേണ്ടതും ആണ്. അപ്പം കേവലം ഈ പറഞ്ഞ രീതിയിൽ ഇപ്പൊ വൈദ്യശാസ്ത്രം അനുസരിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഓക്സിജന്റെ ലെവലിനെ വർദ്ധിപ്പിക്കാം, ഓക്സിജൻ ട്രാൻസാക്ഷൻ ടൈം വർദ്ധിപ്പിക്കുവാൻ നമുക്ക് കഴിയുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുക. അപ്പൊ വായുവിന്റെ സൂക്ഷ്മ രൂപത്തിൽ പറയുന്ന പേരാണ് പ്രാണൻ. വായുവിന്റെ സൂക്ഷ്മ രൂപം. വായു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഈ അന്തരീക്ഷത്തിൽ ഇങ്ങനെ സദാ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വാതക രൂപത്തിലുള്ള ആ ഊർജമാണ് എന്ന് പറയുന്നത് പ്രാണൻ എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഈ അന്തരീക്ഷത്തിലെ സകല ചരാചരങ്ങളെയും നിലനിർത്തുന്നതായിട്ടുള്ള ഊർജ വിശേഷത്തിന് പറയുന്ന പേരാണ് പ്രാണൻ. അല്ലെങ്കിൽ സകലതിനെയും വളരാൻ സഹായിക്കുന്ന, ചലിപ്പിക്കുവാൻ സഹായിക്കുന്ന ഊർജമാണ്. വളരാനും ചലിപ്പിക്കുവാനും സഹായിക്കുന്ന ഊർജ വിശേഷമാണ് പ്രാണൻ എന്ന് പറയുന്നത്. അതെന്താണ്? വായുവിന്റെ സൂക്ഷ്മ രൂപമാണ്. വായുവിന്റെ സൂക്ഷ്മ രൂപത്തിന് പറയുന്ന പേരാണ് പ്രാണൻ എന്ന്. അപ്പൊ ജീവൻ നിലനിർത്താൻ സഹായിക്കുന്ന ഒരു സവിശേഷ ഊർജമായിട്ട് നമുക്ക് പ്രാണനെ കാണുവാൻ വേണ്ടിയിട്ട് കഴിയും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ജീവൻ, ഓരോ ജീവനിലും ഉള്ള പ്രാണന്റെ ചലനത്തെ ആശ്രയിച്ചിട്ടാണ് ആയുർദൈർഘ്യം ഇരിക്കുന്നത്. അപ്പൊ ആയുർദൈർഘ്യം ഈ പ്രാണനെ ആശ്രയിച്ച് നിലനിൽക്കുന്നു എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിക്കേണ്ടായി. അപ്പൊ ഇതാണ് അതിന്റെ കണക്ഷൻ. അപ്പോ ആ ജീവൻ നിലനിർത്താൻ സഹായിക്കുന്ന ഒരു ഊർജ വിശേഷം കൂടിയായിട്ടാണ് എന്ന് പറയുന്നത്. നമുക്ക് പ്രാണൻ എന്ന് പറയുന്നത്, പ്രാണൻ ഇല്ലാണ്ടായാൽ ഉടൻ മരിച്ചു എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. കാരണം പ്രാണന്റെ ചലനം നിൽക്കുന്നതോടുകൂടി നമുക്ക് കോമ സ്റ്റേജ് ആണ് ഉണ്ടാവുക. പ്രാണൻ വേണ്ട രീതിയിൽ ബോഡിയിൽ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ അതിന് പറയുന്ന പേരാണ് കോമ സ്റ്റേജ്. ആധുനിക വൈദ്യശാസ്ത്രം മരണം എന്ന് പറയുന്നത് വേറൊരു പ്രതിഭാസമാണ് ശരിക്കും പറഞ്ഞില്ല. ആത്മാവിന്റെ ശരീരം ഉപേക്ഷിക്കലാണ്. ആത്മാവ് ശരീരം ഉപേക്ഷിക്കുന്നതിനാണ് നമ്മൾ മരണം എന്ന് പറയുക. പ്രാണന്റെ ചലനം ശരീരത്തിൽ നിന്നാൽ മരണം ആവില്ല. പ്രാണന്റെ ചലനം ശരീരത്തിൽ നിൽക്കുമ്പോഴും നമുക്ക് ജീവൻ ഉണ്ടാവും. പക്ഷെ നമുക്ക് ഒന്നും കാണാനോ കേൾക്കാനോ അറിയാനോ അല്ലെങ്കിൽ പ്രതികരിക്കാനോ പറ്റാത്ത ഒരവസ്ഥയാണ് നമുക്ക് ഉണ്ടാവുക. അതിന് പറയുന്ന പേര് കോമ സ്റ്റേജ് എന്നാണ്. ഈ വ്യത്യാസവും നമ്മൾ പ്രാണനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കി വെച്ചിരിക്കേണ്ടതാണ്. അപ്പൊ പ്രാണന്റെ വായുവിന്റെ സൂക്ഷ്മ രൂപത്തിന് പറയുന്ന പേരാണ് പ്രാണൻ. അത് ജീവൻ നിലനിർത്താൻ സഹായിക്കുന്ന അല്ലെങ്കിൽ ചലനത്തിനും വളർച്ചയ്ക്കും സഹായിക്കുന്ന ഊർജമാണ് ഈ പ്രാണൻ എന്ന് പറയുന്നത്. ശ്വാസകോശത്തിന്റെ ചലനം, നമ്മുടെ ശ്വാസകോശത്തിന്റെ ചലനം എന്താണ്? പ്രാണചലനത്തെ ആശ്രയിച്ചായിരിക്കും. അപ്പൊ ശ്വാസകോശം ചലിച്ചാലാണ് നമുക്ക് ഈ ശ്വാസം വരികയും പോവുകയും ചെയ്യാന്ന് വെച്ചാൽ ഈ ശ്വാസകോശത്തെ ചലിപ്പിക്കുന്നതും ആരാണ്? ആ ശ്വാസകോശത്തെ ചലിപ്പിക്കുന്നത് പ്രാണനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നെർവ് റൂട്ട്, ആ നെർവിന്റെ കണക്ഷൻസ്, ആ ശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട നെർവ് കണക്ഷൻസ് ആണ് അതിനെ വികാസ സങ്കോചങ്ങൾക്ക് പ്രാപ്തമാക്കുന്നത്, ശ്വാസത്തെ എടുക്കാനും വിടാനും സഹായിക്കുന്നത്. അതാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ശ്വാസകോശത്തിന്റെ ചലനം പോലും എന്താണ്? പ്രാണചലനത്തെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയും. പ്രാണൻ ശ്വാസത്തെ ആകർഷിക്കുന്നത് കൊണ്ടാണ് ശ്വാസകോശത്തിന്റെ ചലനം ഉണ്ടാകുന്നത്. പ്രാണൻ ശ്വാസത്തെ എന്താണ്? ആകർഷിക്കുന്നു. പ്രാണൻ ശ്വാസത്തെ ആകർഷിക്കുന്നത് കൊണ്ടാണ് എന്തുണ്ടാവുന്നത്? ശ്വാസകോശത്തിന് ആ ശ്വാസകോശ ചലനം സാധ്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുറത്തുള്ള ഈ പ്രാണൻ എന്ത് ചെയ്യുന്നു? വായു. പ്രാണൻ ഈ വായുവിന്റെ സൂക്ഷ്മ രൂപമാണ് പ്രാണൻ. അപ്പൊ ആ പ്രാണൻ എന്താണ്? നമ്മുടെ ഉള്ളിലുള്ള ശ്വാസത്തെ പുറത്തേക്ക് ആകർഷിക്കും. പുറത്തേക്ക് ആകർഷിക്കുമ്പോൾ അത് പുറത്തേക്ക് വരും. നമ്മുടെ ഉള്ളിലുള്ളത് പുറത്തേക്ക് വരും. പുറത്തേക്ക് വരുമ്പോൾ എന്താണ്? ഇത് അകത്തേക്ക് കയറി. മനസ്സിലായില്ലേ? അങ്ങനെയാണ് സംഭവിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ അപ്പോഴാണ് ഇത് പുറത്തേക്ക്, ഈ പുറത്തുള്ള ഈ പ്രാണ ചൈതന്യം നമ്മുടെ ഉള്ളിലുള്ള ശ്വാസത്തെ പുറത്തേക്ക് വലിച്ചെടുക്കുമ്പോൾ എന്താണ്? ശ്വാസകോശം ചുരുങ്ങും. പുറത്തേക്ക് വലിച്ചെടുക്കുമ്പോൾ ശ്വാസകോശം ചുരുങ്ങും. ആ ചുരുങ്ങിയ ശ്വാസകോശത്തിലേക്ക് എന്താണ്? ഈ ഒറിജിനൽ പ്രാണൻ, ആ ആകർഷിച്ച പ്രാണൻ എന്ത് ചെയ്യും? അവൻ അകത്തേക്ക് കയറിയും. അപ്പൊ ആരായി? അത് അകത്തേക്കായി. അപ്പൊ അതാണ്
ഇതിനെ സഹായിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് പ്രപഞ്ചം മലിനമാകുമ്പോൾ നമുക്ക് ശ്വാസം മുട്ടാണ്. നമുക്ക് ഭയങ്കര പുകപടലം നിറഞ്ഞെടുത്ത് പോയിട്ട് അത്ര നേരം നിൽക്കാൻ പറ്റും. എന്താ അവിടെ ദുഷിച്ച വായുവാണുള്ളത്. അപ്പൊ നിങ്ങൾ ആകർഷിക്കുന്ന വായു ഏതാണ്? ദുഷിച്ചതാണ്. അപ്പൊ നിങ്ങളുടെ ശ്വാസകോശം മാറുന്നു. ശ്വാസകോശത്തിന്റെ ചലനവും അതിന്റെ പ്രവർത്തനവും ഒക്കെ പെട്ടെന്ന് മാറുന്നു, താറുമാറാകുന്നത് നമുക്ക് കാണാൻ പറ്റും. വിഷം ശ്വസിച്ചാൽ എന്ത് സംഭവിക്കും നമുക്ക് കാണാൻ പറ്റും. മനസ്സിലാകുന്നില്ലേ? അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? പുറത്തു നിന്നിട്ടുള്ള ഒരു ആകർഷണ വികർഷണം ഇവിടെ വളരെ കൃത്യമായിട്ട് നടക്കുന്നു. അതിനനുസരിച്ചിട്ട് നിങ്ങളുടെ ചലനത്തിൽ നമ്മളുടെ സംവിധാനം മാറുന്നു. നമ്മുടെ ഉള്ളിലുള്ള സംവിധാനം അതിനനുസരിച്ച് മാറുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. എന്ന് വെച്ചാൽ നമ്മൾ പ്രകൃതിയുമായിട്ട് ഒരു അഭേദ്യമായ ബന്ധം ഉണ്ടെന്നാണ് ഈ പറഞ്ഞതിന്റെയൊക്കെ മറ്റൊരു അർത്ഥം. ഒരു അഭേദ്യമായ ബന്ധം നമുക്ക് കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ ശ്വാസകോശത്തിന്റെ ചലനത്തിന്റെ ആധാരം എന്ന് പറയുന്നത് പ്രാണന്റെ ആകർഷണം. പ്രാണൻ ശ്വാസത്തെ ആകർഷിക്കുന്നതാണ് എന്നാണ് നമ്മുടെ ഋഷീശ്വരന്മാര് പറയുന്നത്. അപ്പൊ അങ്ങനെ ആ പ്രാണൻ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നതിന് പറയുന്ന പേരാണ് ശ്വാസം. പ്രാണൻ ശരീരത്തിലേക്ക്, അപ്പൊ വായുവിന്റെ സൂക്ഷ്മ രൂപമായിട്ടുള്ള പ്രാണൻ നമ്മൾ അത് ശ്വാസത്തെ ആകർഷിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് അത് ആ പ്രാണൻ നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു. ആ പ്രവേശിക്കുന്നതിന് പറയുന്ന പേരാണ് ശ്വാസം. പാഞ്ചജന്യ മഹർഷി പറഞ്ഞെന്താണ്? ശ്വാസ പ്രശ്വാസവും ഗതി വിച്ഛേദമാണ്. അപ്പൊ ശ്വാസം എന്താ? ശ്വാസം ഇങ്ങനെ ശ്വാസത്തെ, നമ്മുടെ ഉള്ളിലുള്ള ശ്വാസത്തെ, പ്രാണൻ ശ്വാസത്തെ ആകർഷിച്ച് ആ ശ്വാസത്തെ പുറത്തേക്ക് കൊണ്ടുവന്നതാണ് ശ്വാസം. അതേസമയം എന്താണ്? നമ്മുടെ ഉള്ളിലേക്ക് കടന്നതിന് ശേഷം ആ ഉള്ളിലുള്ള ശ്വാസം പുറത്തേക്ക് പോകുന്നതിന് പറയുന്ന പേരാണ് പ്രശ്വാസം. അപ്പൊ ആ പ്രാണൻ നമ്മുടെ ഉള്ളിലുള്ള ശ്വാസത്തെ ആകർഷിച്ച് പുറത്തേക്ക് കൊണ്ടുവരും. ആ പുറത്തേക്ക് പോകുന്ന ശ്വാസത്തിന് പറയുന്ന പേരാണ് പ്രശ്വാസം. അപ്പൊ ആ ശ്വാസകോശം ചുരുങ്ങി ശ്വാസം പുറത്തേക്ക് പോകുമ്പോൾ അതിനെ പ്രശ്വാസമെന്നും, ആ ശ്വാസകോശം വികസിച്ച് ശ്വാസം ഉള്ളിലേക്ക് കടക്കുമ്പോൾ അതിനെ ശ്വാസം എന്നും പറയുന്നു. അതാണ് ശ്വാസ പ്രശ്വാസം. അപ്പൊ അകത്തേക്ക് കടക്കുന്ന ശ്വാസത്തിന് ശ്വാസം എന്നും പുറത്തേക്ക് പോകുന്ന ശ്വാസത്തിന് എന്തെന്നും പറയുന്നു? പ്രശ്വാസം. അപ്പൊ ശ്വാസ പ്രശ്വാസോർ ഗതി വിച്ഛേദ, അതിന്റെ ഗതിയെ വിച്ഛേദിക്കണം. അതിന്റെ ഗതിയെ വിച്ഛേദിക്കുന്നതിന് പറയുന്ന പേരാണ് എന്ത്? കുംഭകം എന്ന് പറയുന്നത്. അപ്പൊ എന്താ? ശ്വാസ പ്രശ്വാസം. ശ്വാസം അകത്തേക്ക് വരുന്നത്, പ്രശ്വാസം പുറത്തേക്ക് പോകുന്നത്. ഇതിനെ രണ്ടിനെയും എന്താണ്? നിയന്ത്രിക്കുന്നത് ആണ് പ്രാണായാമം. അപ്പൊ എന്താ? ഈ മൂന്ന് കാര്യങ്ങളായി. അകത്തേക്ക് വരുന്ന ശ്വാസം, പുറത്തേക്ക് പോകുന്ന ശ്വാസം, അതിനെ നിയന്ത്രിക്കണം. അതിന്റെ ഗതിയെ വിച്ഛേദിക്കുക. ആ ഗതിയെ വിച്ഛേദിക്കുന്നതിന് പറയുന്ന പേരാണ് കുംഭകം. അപ്പൊ ആ ഗതിയെ വിച്ഛേദിക്കുന്ന എന്നാ? ശ്വാസം അകത്തേക്ക് വന്നതിന് ശേഷം അകത്ത് അതിനെ സ്റ്റോപ്പ് ചെയ്യുക, അകത്ത് അതിനെ തടഞ്ഞു നിർത്തുക. അതിന് പറയുന്ന പേരാണ് അന്തർകുംഭകം. ശ്വാസം ഉള്ളിലേക്ക് എടുത്തതിന് ശേഷം ഉള്ളിൽ അതിനെ പിടിച്ചു നിർത്തുന്നതിന് പറയുന്ന പേരാണ് അന്തർകുംഭകം. ശ്വാസം പുറത്തേക്ക് വിട്ടതിന് ശേഷം പുറത്ത് അതിനെ പിടിച്ചു നിർത്തുക, പിന്നെ അകത്തേക്ക് എടുക്കാതിരിക്കുന്നതിന് പറയുന്ന പേരാണിത് ബഹിർകുംഭകം. അകത്ത് എടുത്തതിന് ശേഷം അകത്ത് പ്രാണനെ തടഞ്ഞു വെക്കുന്നതിന് ഗതി വിച്ഛേദം, അതിന്റെ ഗതിയെ വിച്ഛേദിക്കും. പിന്നെ പുറത്തേക്ക് പോകാതെ അതിനെ തടഞ്ഞു നിർത്തുന്നതിന് അന്തർകുംഭകം എന്നും, പുറത്തേക്ക് പോയതിനു ശേഷം അകത്തേക്ക് കടക്കാതെ അതിനെ തടഞ്ഞു നിർത്തുന്നതിന് ബഹിർകുംഭകം എന്ന് പറയും. മനസ്സിലായില്ലേ? അപ്പൊ ശ്വാസ പ്രശ്വാസവും ഗതി വിച്ഛേദം. ഗതി വിച്ഛേദം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുംഭകം. കുംഭകം രണ്ട് രീതിയിലാണുള്ളത്, അന്തർകുംഭവും ബഹിർ കുംഭവും. അപ്പൊ ഈ ശ്വാസം എടുക്കുക, ശ്വാസം വിടുക, എടുക്കുകയും വിടുകയും ചെയ്യുന്ന ശ്വാസത്തിന്റെ ഗതിയെ നിർത്തുക. ഇതിന് പറയുന്ന പേരാണ് പ്രാണായാമം. പ്രാണായാമത്തിൽ മൂന്ന് പ്രധാന കാര്യങ്ങളാണ്. ശ്വാസം എടുക്കുക, അതിന് പറയുന്ന പേരാണ് പൂരകം. ശ്വാസം എടുക്കുന്നതിന് പറയുന്ന പേരാണെന്ത്? പൂരകം. ശ്വാസം പുറത്തേക്ക് വിടുന്നതിന് പറയുന്ന പേരാണ് രേചകം. ശ്വാസം പുറത്തേക്ക് വിടുന്നതിന് പറയുന്ന പേരാണ് രേചകം. ശ്വാസത്തെ തടഞ്ഞു വെക്കുക, ശ്വാസത്തെ തടഞ്ഞു വെക്കുന്നതിന് പറയുന്ന പേരാണ് കുംഭകം. ആ തടഞ്ഞു വെക്കുന്ന രണ്ട് രീതിയിലുണ്ട്. അകത്ത് എടുത്തതിന് ശേഷം പുറത്തേക്ക് പോകാതെ തടഞ്ഞു നിർത്തുക, അതിന് അന്തർകുംഭം. പുറത്ത് വിട്ടതിന് ശേഷം അകത്തേക്ക് കയറാതെ തടഞ്ഞു നിർത്തുക, അതിന് ബഹിർകുംഭകം. ഇങ്ങനെ പൂരകം, രേചകം, അന്തർകുംഭകം ആൻഡ് ബഹിർകുംഭകം. ഇതാണ് എന്റെ പ്രാണായാമത്തിന്റെ അടിസ്ഥാന ശിലകൾ. ഇത് നാലും കൂടി ചേരുന്നതാണ്. പൂരക, രേചക, കുംഭകങ്ങൾ ചേരുന്നതാണ് എന്ത്? പ്രാണായാമം എന്ന് പറയുന്നത്. ഇതാണ് നമുക്ക് 49ാമത്തെ സൂത്രത്തിലൂടെ പതഞ്ജലി മഹർഷി നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? തസ്മിൻ സതി ശ്വാസപ്രശ്വാസോർഗതി വിച്ഛേദഃ പ്രാണായാമഃ. ഇനി ഏതൊക്കെ പ്രാണായാമത്തെ കുറിച്ചാണ്? പ്രധാന ചില പ്രാണായാമങ്ങളെ കുറിച്ചിട്ട് പതഞ്ജലി മഹർഷി പറയുന്നു. എന്താണ്? 50ാമത്തെ സൂത്രത്തിൽ ബാഹ്യ ആഭ്യന്തര സ്തംഭവൃത്തി ദേശകാല സംഖ്യാഭി പരിദൃഷ്ടു ദീർഘസൂക്ഷ്മ
എന്നാണ് പതഞ്ജലി മഹർഷി അടുത്ത സൂത്രത്തിൽ പറയുന്നത്. ബാഹ്യ ആഭ്യന്തര സ്തംഭവൃത്തി ദേശകാല സംഖ്യാഭി പരിദൃഷ്ടോ ദീർഘസൂക്ഷ്മ. എന്താ? 3 പ്രാണായാമങ്ങളെ കുറിച്ചിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പതഞ്ജലി മഹർഷി 3 പ്രാണായാമങ്ങളെ കുറിച്ചിട്ട് പറഞ്ഞിരിക്കുന്നു. ബാഹ്യവൃത്തി പ്രാണായാമ, ആഭ്യന്തര വൃത്തി പ്രാണായാമ, അതിന്റെ സ്തംഭവൃത്തി പ്രാണായാമം എന്നുള്ള നിലയ്ക്ക് 3 പ്രാണായാമങ്ങളെ കുറിച്ചിട്ട് പതഞ്ജലി മഹർഷി പറഞ്ഞിരിക്കുന്നു. ഇപ്പൊ 3 എണ്ണമാണ് എന്ത്? പ്രാഥമികമായ പ്രാണായാമങ്ങൾ. ബാഹ്യ, ആഭ്യന്തര, സ്തംഭ വൃത്തി. ഇനി ഇതെങ്ങനെയാ? ഇനി അത് ചെയ്യേണ്ട രീതിയെ കുറിച്ചിട്ട് പറഞ്ഞിരിക്കുന്നു. അതാണ് അതിന്റെ ദേശകാല സംഖ്യാഭി. ദേശം, കാലം, സംഖ്യ ഇവ കൊണ്ട് നിർണയിക്കണം. പ്രാണായാമം എങ്ങനെയാ? ഈ ബാഹ്യവൃത്തി, ആഭ്യന്തരവൃത്തി, സ്തംഭവൃത്തി പ്രാണായാമങ്ങളെ ദേശകാല സംഖ്യ കൊണ്ട് എന്താ നിർണയിക്കണം, മനസ്സിലാക്കേണ്ടതാണ്. അതിനെ നിർണയിക്കേണ്ടതാണ്. അങ്ങനെ നിർണയിച്ചതിന് ശേഷം അത് നിരന്തരമായ പരിശീലനത്തിലൂടെ എന്താണ് ദീർഘ സൂക്ഷ്മ അവസ്ഥകളോട് കൂടിയതായിട്ട് മാറണം. അതിന്റെ ദൈർഘ്യം കൂടണം. അത് ദൈർഘ്യമുള്ളതായി തീരണം. ദീർഘ സൂക്ഷ്മം, അതിന്റെ ദൈർഘ്യം കൂടുന്നതനുസരിച്ച് അത് സൂക്ഷ്മവുമായി തീരണം. സൂക്ഷ്മം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ, അതിന്റെ ലഘുത്വം കൂടി വരണം. ഒട്ടും കനമില്ലാത്തത്, ഭാരമില്ലാത്തത്, അതാണ് എന്ത് സൂക്ഷ്മം, ലഘുത്വമായി തീരണം എന്നാണ് പറയുന്നത്. ആ അവസ്ഥയിലേക്ക് എന്താ ഈ പ്രാണൻ എത്തപ്പെടണം എന്ന് ആര് മഹർഷി പറയുന്നു. അപ്പോ 3 പ്രാണായാമങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ബാഹ്യവൃത്തി പ്രാണായാമ, ആഭ്യന്തരവൃത്തി പ്രാണായാമ, സ്തംഭവൃത്തി പ്രാണായാമ. ഇവ ദേശകാല സംഖ്യ അനുസരിച്ചിട്ട് ദീർഘവും സൂക്ഷ്മവും ആയിട്ട് തീരണം. അതിനെയാണ് എന്ത് എന്ന് പറയാൻ പറ്റുക? പ്രാണായാമം എന്ന് നമുക്ക് പറയാൻ പറ്റുക. അപ്പൊ 3 പ്രാണായാമം. അപ്പൊ എന്താ ഈ ബാഹ്യവൃത്തി പ്രാണായാമം എന്ന് വെച്ച് കഴിഞ്ഞാൽ? ബാഹ്യവൃത്തി പ്രാണായാമം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്വാസത്തെ പുറത്തേക്ക് വിട്ടതിന് ശേഷം പരിശ്രമത്തോട് കൂടിയിട്ട് അതിനെ തടഞ്ഞു വെക്കുന്നതിന് പറയുന്ന പേരാണ് ബാഹ്യവൃത്തി പ്രാണായാമം. ശ്വാസത്തെ പുറത്ത് തടഞ്ഞു വെക്കുക, പുറത്തേക്ക് ശ്വാസം വിട്ട് ഉച്ഛ്വസിച്ചതിന് ശേഷം ശ്വാസത്തെ പരിശ്രമത്തോടുകൂടി ദീർഘനേരം എടുക്കാതെ ഇരിക്കുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ബാഹ്യവൃത്തി പ്രാണായാമ. 2 ആഭ്യന്തര വൃത്തി പ്രാണായാമം. ശ്വാസത്തെ ഉള്ളിലേക്ക് എടുത്തതിന് ശേഷം ദീർഘനേരം പരിശ്രമത്തോടുകൂടി അതിനെ തടഞ്ഞു വെക്കുന്നതിന് പറയുന്ന പേരാണ് ആഭ്യന്തര വൃത്തി പ്രാണായാമം. അപ്പൊ ഈ ബാഹ്യവൃത്തി പ്രാണായാമത്തിന് പറയുന്ന മറ്റൊരു പേരാണ് രേചക പ്രാണായാമം. ശ്വാസം പുറത്തേക്ക് വിട്ടിട്ട് തടഞ്ഞു വെക്കുന്നതുകൊണ്ട് അതിന് പറയുന്ന ഒരു പേരാണ് ബാഹ്യവൃത്തി പ്രാണായാമ. അതേപോലെ തന്നെ ആഭ്യന്തര വൃത്തി പ്രാണായാമം, ശ്വാസം ഉള്ളിലേക്ക് എടുത്തതിന് ശേഷം തടഞ്ഞു വെക്കുന്നതിന് പറയുന്ന മറ്റൊരു പേരാണ് ആഭ്യന്തര വൃത്തി പ്രാണായാമ, അല്ലെങ്കിൽ എന്താണ് പൂരക പ്രാണായാമം. ആഭ്യന്തര വൃത്തി പ്രാണായാമത്തിന് പറയുന്ന മറ്റൊരു പേരാണ് പൂരക പ്രാണായാമം. 3ാമത്തതാണ് സ്തംഭവൃത്തി പ്രാണായാമം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അകത്തേക്കോ പുറത്തേക്കോ ശ്വാസത്തെ എടുക്കുകയോ വിടുകയോ ചെയ്യാതെ കുറെ ആഭ്യന്തര വൃത്തി പ്രാണായാമത്തിന്റെയോ ബാഹ്യവൃത്തി പ്രാണായാമത്തിന്റെയോ ആ ഒരു പരിശ്രമം ഇല്ലാതെ അത് ചെയ്ത് ബാഹ്യ ആഭ്യന്തര വൃത്തി പ്രാണായാമം ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അനായാസമായിട്ട് കുറെ നേരം ആ സ്ഥിതിയിൽ തുടരാൻ കഴിയും. അനായാസമായിട്ട് നമുക്ക് എന്താണ് ശ്വാസമില്ലാതെ തുടരാൻ കഴിയും. അനായാസമായി ശ്വാസമില്ലാതെ, ശ്വാസം വേണ്ടാത്ത അവസ്ഥ, ഒന്നുകിൽ എടുത്തതിന് ശേഷം വേണ്ടാത്ത അവസ്ഥ, അല്ലെങ്കിൽ വിട്ടതിന് ശേഷം ശ്വാസം വേണ്ടാത്ത അവസ്ഥ. എടുത്തതിന് ശേഷമോ വിട്ടതിന് ശേഷമോ ശ്വാസം വേണ്ടാത്ത അവസ്ഥയിൽ നമുക്ക് തുടരാൻ കഴിയുന്നതിന് പറയുന്ന പേരാണ് എന്ത്? സ്തംഭവൃത്തി പ്രാണായാമം. സ്തംഭവൃത്തി പ്രാണായാമം. അപ്പൊ ഈ 3 പ്രാണായാമങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. പുറത്തു നിർത്തുന്ന പ്രാണായാമം, അകത്ത് ശ്വാസത്തെ തടയുന്ന പ്രാണായാമം. ഇത് നിരന്തരമായ പരിശീലനത്തിലൂടെ അകത്തോ പുറത്തോ അനായാസമായി കുറച്ചു നേരം തുടരാൻ കഴിയുന്ന രീതിയിലുള്ള പ്രാണായാമം. ഇതാണ് നമുക്ക് 3 പ്രാണായാമങ്ങൾ എന്നുള്ള നിലയ്ക്ക് പതഞ്ജലി മഹർഷി പറഞ്ഞിരിക്കുന്നത്. ഇനി ഈ പ്രാണായാമത്തെ എങ്ങനെ അറിയണം? ദേശം, കാലം, സംഖ്യ എന്നിവ കൊണ്ട് നിർണ്ണയിക്കണം. വെറുതെ ഇതിനെ പിടിച്ചു നിർത്തിയാലൊന്നും പകരം എന്താണ് ദേശകാല സംഖ്യ. ദേശകാല സംഖ്യക്ക് വ്യത്യസ്ത ആചാര്യന്മാർ വ്യത്യസ്തങ്ങളായിട്ടുള്ള നിർവചനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ വ്യാസ മഹർഷി പറയുന്ന ഒരു നിർവചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര അകലത്തിൽ നിന്ന് ശ്വാസത്തെ എത്ര ഉള്ളിലേക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞു, എത്ര നേരം കൊണ്ട് അതിനെ ഉള്ളിലേക്ക് സ്വീകരിച്ച് എത്ര നേരം അതിനെ ഉള്ളിൽ നിർത്താൻ കഴിഞ്ഞു, എത്ര നേരം കൊണ്ട് അതിനെ പുറത്തേക്ക് വിട്ട് എത്ര നേരം അതിനെ പുറത്തു നിർത്താൻ കഴിഞ്ഞു. ഇതാണ് ദേശകാല സംഖ്യ. ദേശം എത്ര അധിക ദേശത്തു നിന്ന് ശ്വാസത്തെ എടുത്തു. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ചെറിയൊരു വലി വലിക്കുകയാണെങ്കിൽ ഇച്ചിരി എടുത്തുനിന്ന് അകത്തേക്ക്
ദീർഘമായിട്ട് വലിക്കുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ ദൂരെ ശ്വാസം ഉള്ളിലേക്ക്. ഇതാണ് അതിന്റെ. അപ്പൊ പെരിയുള്ള അല്ലെങ്കിൽ ക്വിക്കായിട്ടുള്ള എളുപ്പത്തിലുള്ള വേഗത്തിലുള്ള ശ്വാസം തൊട്ടടുത്ത സർക്കിളിൽ നിന്നാണ് ശ്വാസം ഉള്ളിലേക്ക് സ്വീകരിക്കുന്നതെങ്കിൽ ദീർഘമായ ശ്വാസം ദീർഘമായിട്ട് വലിക്കുമ്പോൾ അധിക പ്രദേശത്ത് നിന്ന്, അതാണ് ദേശം, അധിക ദേശത്ത് നിന്ന് ശ്വാസത്തെ സ്വീകരിക്കാൻ കഴിയും. അങ്ങനെ സ്വീകരിക്കുന്ന ശ്വാസം ഈ ശരീരത്തിന്റെ എവിടെ വരെ എത്തി? പ്രാണൻ എന്ന് പറയുന്ന ശ്വാസകോശത്തിൽ നിറയുന്ന ശ്വാസത്തിന്റെ വലിപ്പം മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. കാരണം പ്രാണൻ യാത്ര ചെയ്യുന്ന നാഡികളിലൂടെയാണെന്ന് പറഞ്ഞല്ലോ. നാഡികളിലൂടെയാണ് പ്രാണൻ യാത്ര ചെയ്യുന്നതെങ്കിൽ ശ്വാസകോശത്തിന്റെ വികാസമല്ല ഇവിടെ പ്രധാനം. പകരം അത് നാഡികളിലേക്ക് പ്രവേശിച്ച്, ആ പ്രാണൻ നാഡികളിലേക്ക് പ്രവേശിച്ച് ആ നാഡികളിലൂടെ എത്ര അകലത്തിലേക്ക് ഇത് യാത്ര ചെയ്തു, അതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ദേശകാലം. എത്ര അധിക സമയം കൊണ്ട് നമ്മൾ ഇതിനെ സ്വീകരിച്ചു എന്നുള്ളതാണ്. അപ്പൊ എത്ര അകലയിൽ നിന്ന് നമ്മൾ ഇതിനെ സ്വീകരിച്ച് ഇതിനെ എത്ര ഉള്ളിലേക്ക് കടത്തി വിടാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്ത സമയം, അതാണ് എന്താണ് കാലം. കാലം എന്നുള്ളത് സമയം എന്നാണ്. കാലത്തിന് സമയം എന്നാണ് മറ്റൊരർത്ഥം പറയുന്നത്. അതുകൊണ്ട് നമ്മൾ എത്ര അകലത്തിൽ നിന്ന് പ്രാണനെ സ്വീകരിച്ച് നമ്മുടെ ഉള്ളിലേക്ക് എത്ര ഉള്ളിലേക്ക് ഇതിനെ കടത്തി വിട്ടു, അതാണ് ദേശം. പുറത്തെ ദേശത്തു നിന്ന് ഉള്ളിലെ ദേശത്തേക്ക് പ്രാണനെ എത്ര കടത്തി വിട്ടു, ദേശം. കാലം, സമയം. എത്ര സമയം കൊണ്ട് നമ്മൾ അതിനെ ഉള്ളിലേക്ക് എടുത്ത് നമ്മൾ അതിനെ എന്ത് ചെയ്തു, എത്ര നേരം അതിനെ നമ്മൾ നിർത്തി, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് എത്ര അതിനെ സമയം കൊണ്ട് പുറത്തേക്ക് വിട്ട്, എത്ര കാലം കൊണ്ട് എന്താ അതിനെ പുറത്തേക്ക് വിട്ടതിന് ശേഷം നമ്മൾ അതിനെ രോധിച്ചു എന്നുള്ളതാണ് എന്ത്? ദേശകാലം. സംഖ്യ. ഇത് എത്ര ആവർത്തി ഇങ്ങനെ ചെയ്തു, അതാണ് സംഖ്യ. ഇതിനെ എത്ര ആവർത്തി ചെയ്തു എന്നുള്ളതാണ് എന്താ? സംഖ്യ എന്ന് പറയുന്നത്. അപ്പൊ ദേശകാലം സംഖ്യ. എത്ര അകലിൽ നിന്നെടുത്ത് എത്ര ഉള്ളിലേക്ക് ഇതിനെ കൊണ്ടുപോയി, എത്ര സമയം കൊണ്ട് ഇതിനെ എടുത്ത് എത്ര സമയത്ത് ഇതിനെ നിർത്തി, അല്ലെ എത്ര സമയം കൊണ്ട് വിട്ട് എത്ര സമയം നിർത്തി, കാലം. സംഖ്യ. എത്ര തവണ ഇതിങ്ങനെ, അതാണ് ദേശകാല സംഖ്യ കൊണ്ട് അറിയണം. അപ്പൊ ഈ ബാഹ്യവൃത്തി, ആഭ്യന്തരവൃത്തി, സ്തംഭവൃത്തി, പ്രാണായാമത്തിൽ ഈ നിലയിൽ ദേശകാല സംഖ്യ കൊണ്ട് അറിയണം. അതിന് വിവേകാനന്ദ സ്വാമികൾ മറ്റൊരർത്ഥവും കൂടി കൽപ്പിക്കുന്നുണ്ട്. ദേശം എന്നുള്ളത് കൊടുത്തിരിക്കുന്നത് ശരീരത്തിന്റെ എത്ര ഉള്ളിലേക്ക് ഇതിനെ കടത്തിവിടാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ശരീരത്തിന്റെ ദേശത്തേക്ക്, ശരീരദേശം എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ ഉള്ളിലേക്ക് എത്ര ഏരിയയിലേക്ക് ഇതിനെ കടത്തിവിടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ദേശം കൊണ്ട് അർത്ഥമാക്കുന്നത്. അതേപോലെ തന്നെ കാലം കൊണ്ട് അർത്ഥമാക്കുന്നത് എത്ര സമയം അതിനെ ബന്ധിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. എത്ര സമയം നമുക്ക് അതിനെ ബന്ധിച്ച് അതിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചതിന് ശേഷം എത്ര നേരം തടയാൻ പറ്റി, അല്ലെങ്കിൽ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വിട്ടതിന് ശേഷം എത്ര നേരം തടഞ്ഞു നിർത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതിനെ കാലം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സംഖ്യ, ഇതിന്റെ ആവർത്തി, എത്ര ആവർത്തിച്ചു. ഇങ്ങനെയാണ് വിവേകാനന്ദ സ്വാമി. രണ്ടും ഒരേ അർത്ഥം തന്നെയാണ്, വലിയ അർത്ഥ വ്യത്യാസം. ഇങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് ഇതിനെ കാണാൻ വേണ്ടി. അപ്പൊ ഇതിനെ എന്താണ്? ദീർഘസൂക്ഷ്മങ്ങളാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ? ദീർഘവും സൂക്ഷ്മവുമാണ്. നിരന്തരമായ പരിശീലനത്തിലൂടെ ഇതിന്റെ ദൈർഘ്യം ഇങ്ങനെ കൂടി നമ്മൾ ഇങ്ങനെ എടുക്കുന്ന ശ്വാസത്തിന്റെ ദൈർഘ്യം 1 മിനിറ്റിൽ 15 തവണ എടുക്കുന്ന, അതിൽ 10 താഴേക്ക് 7 താഴേക്ക്, അത് 6, 5, 4, 3, 2, 1 ആയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ദീർഘം. അതിന്റെ ദൈർഘ്യം ഇങ്ങനെ കൂടി 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 അത് സൂക്ഷ്മമായി തീരും. അത് ക്രമേണ നമ്മൾ എടുക്കുന്നത് നമ്മൾ അറിയാണ്ടായിത്തീരും. അതാണ് സൂക്ഷ്മം എന്ന് പറയുന്നത്. തുടക്കത്തിൽ നമ്മൾ എടുക്കുന്നത് നമ്മൾ അറിയുന്നുണ്ട്, ശ്വാസം ഇങ്ങനെ വരുന്ന അറിയുന്നുണ്ട്, ശ്വാസം പോകുന്ന അറിയുന്നുണ്ട്, ശ്വാസം ഉള്ളിലേക്ക് എത്ര വ്യാപിക്കുന്നു അറിയുന്നുണ്ട്, ശ്വാസം എത്ര അധിക സമയം കൊണ്ട് പുറത്തേക്ക് പോകുന്നു അറിയുന്നുണ്ട്, ശ്വാസം എത്ര നേരം നമുക്ക് അകത്ത് നിർത്താൻ സാധിച്ചു, ശ്വാസം എത്ര നേരം പുറത്ത് നിർത്താൻ സാധിച്ചു. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ് എന്ത്? ബാഹ്യ ആഭ്യന്തര സ്തംഭവൃത്തി പ്രാണായാമം. ഈ ബാഹ്യ ആഭ്യന്തര സ്തംഭവൃത്തി ചെയ്യുമ്പോൾ ഇതിനെ എത്ര അകലെ നിന്ന് എത്ര ഉള്ളിലേക്ക് സ്വീകരിച്ചു, എത്ര സമയം കൊണ്ട് സ്വീകരിച്ചു, എത്ര സമയം അതിനെ തടയാൻ സാധിച്ചു, അങ്ങനെ എത്ര ആവർത്തി നമുക്ക് അതിനെ കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതൊക്കെ ആ ബോധപൂർവം, ബോധത്തോട് കൂടിയിട്ട് ചെയ്യുന്ന രീതി. അതാണ് എന്താ ഈ ബാഹ്യ ആഭ്യന്തര സ്തംഭവൃത്തി പ്രാണായാമങ്ങൾ. അത് ചെയ്ത് ഇതിന്റെ സമയദൈർഘ്യങ്ങൾ ഇങ്ങനെ കൂടി വരികയും ഈ പ്രാണൻ ഇങ്ങനെ സൂക്ഷ്മമായി ക്രമേണ ആ ശ്വാസത്തെ തന്നെ നമ്മൾ അറിയില്ലാത്ത അവസ്ഥയിൽ, ശ്വാസം അറിയാത്ത അവസ്ഥയാണ് സൂക്ഷ്മം. ക്രമേണ ചെയ്ത് ആ ദൈർഘ്യം കൂടി അത് സൂക്ഷ്മമായി നിർത്ത് ആ ശ്വാസചലനത്തെ നമ്മൾ അറിയാത്ത ഒരവസ്ഥയിലേക്ക് എത്തും എന്നാണ് പറയുന്നത്. ഇനി എത്തിയതിനു ശേഷം അടുത്ത പ്രാണായാമം ആരംഭിക്കണം പറയുന്നത്. അപ്പൊ ഈ 3 പ്രാണായാമം കഴിഞ്ഞാൽ ആ സൂക്ഷ്മമായതിന്റെ ആ ഏറ്റവും ഉന്നത അവസ്ഥയിലേക്ക്, അതിസൂക്ഷ്മമായി ആ ശ്വാസത്തെ വിസ്മരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോൾ ആ പ്രാണായാമത്തിന് മറ്റൊരു പേരാണ് പറയുന്നത്. ആ പ്രാണായാമത്തിന് പറയുന്നു
ബാഹ്യ ആഭ്യന്തര വിഷയാക്ഷേപി ചതുർത്ഥ. ബാഹ്യ ആഭ്യന്തര വിഷയാക്ഷേപി ചതുർത്ഥ. ചതുർത്ഥ പ്രാണായാമം എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേക പ്രാണായാമം കൂടിയുണ്ട്. അതാണ് ശ്രേഷ്ഠമായത്. ശ്രേഷ്ഠമായ പ്രാണായാമം ചതുർത്ഥ പ്രാണായാമമാണ്. എന്താണ്? ബാഹ്യ ആഭ്യന്തര വിഷയാക്ഷേപി. ബാഹ്യമായ വിഷയത്തിൽ ആഭ്യന്തര, ആ ഉള്ളിലേക്ക് വന്ന ശ്വാസത്തെയോ പുറത്തേക്ക് പോയ ശ്വാസത്തെയോ അകത്ത് തടഞ്ഞു വെച്ച ശ്വാസത്തെയോ പുറത്ത് തടഞ്ഞു വെച്ച ശ്വാസത്തെയോ നമ്മൾ അറിയുന്നില്ലാത്ത അവസ്ഥയിൽ തുടരുന്നു. അതിന് ഞാൻ നേരത്തെ പറഞ്ഞ ഇങ്ങനെ സൂക്ഷ്മമായി ഈ ഒരു ഓളം, ഒരു കല്ല് വെള്ളത്തിലേക്ക് ഇട്ടില്ല, അതിൽ ആദ്യം വലിയ ഓളങ്ങൾ ഉണ്ടാവും. ക്രമേണ ആ ഓളം ഇങ്ങനെ കുറഞ്ഞു വന്നിട്ട് ആ ഓളം ഇല്ലാണ്ടാവും. ആ ഓളം ഇല്ലാണ്ടാവുമ്പോ അത് അതിസൂക്ഷ്മമായിട്ട് ആ ജലവുമായിട്ട് വിലയം പ്രാപിക്കും. ആ അവസ്ഥയിൽ പ്രാണൻ എത്തുന്നു എന്നുള്ളതാണ്. ആ പ്രാണൻ ഇങ്ങനെ വിലയം പ്രാപിച്ച് നമ്മളുമായിട്ട് അങ്ങനെ ലയം പ്രാപിക്കും. ആ പ്രാപിക്കുന്ന അവസ്ഥ അപ്പോഴും ശ്വാസഗതി ഇല്ലാണ്ടാവും. തനിയെ ശ്വാസഗതി അങ്ങ് ഇല്ലാണ്ടാവും. അങ്ങനെ പ്രകാരമാണ് ഓണം തനിയെ ഇല്ലാണ്ടാകുന്നത്. അതേപോലെ ശ്വാസം സൂക്ഷ്മമായി അവസാനം തനിയെ ആ ശ്വാസം ഇല്ലാണ്ടായി ആ വരുന്ന ശ്വാസത്തെയോ പോകുന്ന ശ്വാസത്തെയോ നിൽക്കുന്ന ശ്വാസത്തെയോ അറിയില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ഉയരുന്നു. അതിന് പറയുന്ന പേരാണ് ചതുർത്ഥ പ്രാണായാമം. പ്രാണായാമങ്ങളിൽ ശ്രേഷ്ഠം. ഇതാണ് രാജയോഗത്തിലേക്ക് നമ്മളെ നയിക്കുന്നത്. രാജയോഗത്തിലേക്ക് നയിക്കുന്ന പ്രാണായാമം എന്ന് പറഞ്ഞാൽ ചതുർത്ഥ പ്രാണായാമമാണ്. ആ അവസ്ഥയിലേക്കാണ് ഒരു സാധകൻ എത്തേണ്ടത് എന്നാണ് ചതുർത്ഥ പ്രാണായാമം എന്നുള്ള നിലയ്ക്ക് അതിനെ പറയുന്നത്. ഉള്ളിലേക്ക് വരുന്ന ശ്വാസം നമ്മൾ അറിയുന്നില്ല, പുറത്തേക്ക് പോകുന്ന ശ്വാസം അറിയുന്നില്ല, ഉള്ളിൽ എത്ര സമയം നിൽക്കുന്നു എന്ന് അറിയുന്നില്ല, പുറത്ത് എത്ര തവണ നിൽക്കുന്നു അറിയുന്നില്ല, എത്ര ആവർത്തി നടക്കുന്നു അറിയില്ല. ഒരു പ്രത്യേക ലോകത്താണ് ശ്വാസത്തിന്റെ ഒരു പ്രത്യേക ഉന്നതമായ ലോകത്തേക്ക് പ്രാണായാമത്തിലൂടെ നമുക്ക് എത്തുന്നു. ആ പ്രാണായാമത്തിൽ പറയുന്നത് ഇവിടെ എന്താണ്? ബോധത്തെ അതിജീവിക്കുന്നു. മറ്റു 3 പ്രാണായാമങ്ങളും ബോധം ഉണ്ടാകാം. വരുന്നതും പോകുന്നതും നിർത്തുന്നതുമായി നമുക്ക് അറിയാം. അതാണ് ബോധത്തോടു കൂടി ചെയ്യുന്നത്. ഇവിടെ ആ ബോധത്തെയും അതിജീവിച്ച് ആ ബോധത്തിന് അപ്പുറത്ത് ആ പ്രാണന്റെ കുംഭവരെ പൂരകരേഖ സംഭവിക്കുന്നു. അതാണ് പ്രാണായാമം ഉണ്ടാവും. സ്തംഭവൃത്തി പ്രാണായാമം അയത്ന ലളിതമായി, എന്താണ് യത്നമില്ലാതെ അനായാസമായി സംഭവിക്കുന്നതിന് പറയുന്ന പേരാണെന്ന് ഈ ചതുർത്ഥ പ്രാണായാമം. ഇതാണ് രാജയോഗത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ അവസ്ഥയിലേക്ക് നമ്മളെ നയിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇവിടെ അർത്ഥം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ധ്യാനത്തിലേക്ക് പോകാനുള്ള പദ്ധതിയാണ് നിഷേധ ചിന്തകളെ ഇല്ലാതാക്കാനുള്ള പദ്ധതിയാണ് പ്രാണായാമം എന്ന് പറയുന്നത്. നിഷേധ ചിന്തകൾ നമ്മുടെ ഉള്ളിൽ ഇല്ലാതെയാകണം എങ്കിൽ അതാണ് പ്രാണന്റെ ചലനം ഇല്ലാണ്ടാവണം. അപ്പൊ പ്രാണന്റെ ദൈർഘ്യം കൂടുമ്പോൾ ചിന്തകൾ കുറഞ്ഞു വരും. പ്രാണന്റെ ചലനം നിൽക്കുമ്പോൾ ചിന്തകൾ നിൽക്കും. ഇതാണ് അവസ്ഥ. അപ്പൊ അങ്ങനെ ഈ എന്താണ് ചതുർത്ഥ പ്രാണായാമത്തിൽ പ്രാണചലനം നിൽക്കും, ചിന്തകൾ ഇല്ലാണ്ടാവും. അപ്പൊ ആ ചിന്തകൾ ഇല്ലാത്ത ഒരു ലോകത്തേക്ക് നമ്മൾ ക്രമേണ എത്തും. എന്താണ് നമുക്ക് ധ്യാനത്തിൽ അന്തരംഗ യോഗത്തിലേക്ക് പോകുന്നതിനുള്ള യാത്രയുടെ ഒരു പടിയാണ്. അപ്പൊ ശരീരത്തെ ശരിയാക്കി പ്രാണനെ ശരിയാക്കി നമ്മൾ അവിടെ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ മനസ്സ് പ്രാണൻ നമുക്ക് ദീർഘവും സൂക്ഷ്മവും ആയിട്ട്, പ്രാണൻ ദീർഘവും സൂക്ഷ്മവും ആകുമ്പോൾ ക്രമേണ പ്രാണൻ നിശ്ചലമാകും. പ്രാണൻ നിശ്ചലമാകുമ്പോൾ മനസ്സ് നിശ്ചലമാകും. മനസ്സ് നിശ്ചലമാകുമ്പോൾ നമുക്ക് ശരീരബോധം നഷ്ടമാകും. ശരീരത്തിന്റെ ബോധം തന്നെ നമുക്ക് ഇല്ലാണ്ടാവും. ഇങ്ങനെ നമുക്ക് എന്താണ് അന്തരംഗ യോഗത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള സിദ്ധി നമുക്കുണ്ടാകും. ഇതാണ് പ്രാണായാമത്തിന്റെ ഉദ്ദേശം. ഇതാണ് പ്രാണായാമത്തെ കുറിച്ചിട്ട് പതഞ്ജലി മഹർഷി പറഞ്ഞിരിക്കുന്നത്. ചതുർത്ഥ ബാഹ്യ ആഭ്യന്തര വിഷയവി ചതുർത്ഥ. അപ്പൊ അങ്ങനെ 4 പ്രാണായാമങ്ങളെ കുറിച്ച് ആകെ പതഞ്ജലി മഹർഷി പറഞ്ഞു. അപ്പൊ പ്രാണായാമം എന്താണെന്ന് പതഞ്ജലി മഹർഷി പറഞ്ഞിരിക്കുന്നത് എന്താണ്? തസ്മിൻ സതി ശ്വാസപ്രശ്വാസത്തോട് ഗതി വിച്ഛേദ. ശ്വാസപ്രശ്വാസങ്ങളുടെ ഗതിയെ വിച്ഛേദിക്കുന്നതാണ് പ്രാണായാമം. ഇനി ആ ഗതിയെ വിച്ഛേദിക്കുന്നത് എങ്ങനെ? അതാണ് പറഞ്ഞിരിക്കുന്നത്. ബാഹ്യ ആഭ്യന്തര സ്തംഭവൃത്തി ദേശകാല സംഖ്യാവി പരിദൃഷ്ടോ ദീർഘ സൂക്ഷ്മ എന്ന് പറഞ്ഞിരിക്കുന്നത്. ബാഹ്യവൃത്തി പ്രാണായാമ, ആന്തരിക വൃത്തി പ്രാണായാമ, സ്തംഭവൃത്തി പ്രാണായാമം. ഉള്ളിൽ എടുത്തിട്ട് ലോക്ക് ചെയ്യുക, പുറത്തേക്ക് വിട്ടിട്ട് നമ്മൾ ലോക്ക് ചെയ്യുക. ദെൻ എന്താണ് എടുത്തതിന് ശേഷമോ വിട്ടതിന് ശേഷമോ അല്ലെങ്കിൽ പിന്നെ എടുക്കാതെയോ വിടാതെയോ ദീർഘനേരം നമുക്ക് സ്തംഭവൃത്തി അതിനെ ആ സ്ഥിതിയിൽ തന്നെ നിലനിർത്താൻ വേണ്ടി കഴിയുന്ന അവസ്ഥ. അതാണ് സ്തംഭവൃത്തി പ്രാണായാമം എന്ന് പറയുന്നത്. ഇങ്ങനെ 3 അത് ദേശകാല സംഖ്യ, എത്ര അകലിൽ നിന്ന് എത്ര ഉള്ളിലേക്ക് എടുത്ത് ഇതിന് എത്ര സമയം അതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിച്ചു, എത്ര ആവർത്തി ചെയ്യാൻ സാധിച്ചാണ് ദേശകാല സംഖ്യ. അങ്ങനെ ചെയ്ത് അത് ദീർഘം, അതിന്റെ ദൈർഘ്യം കൂടി അത് ഈ 15ൽ നിന്ന് 1, 2 അല്ലെങ്കിൽ 2 മിനിറ്റിൽ 1, 3, 4 മിനിറ്റിൽ ഒരു ശ്വാസം എന്നുള്ള നിലയിലേക്ക് ഒക്കെ അത് എത്തിപ്പെടും എന്നർത്ഥം. ആ എത്തിപ്പെടുമ്പോൾ അവിടെ കുംഭകം സംഭവിക്കും. കുംഭകാവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്നതാണ് ചതുർത്ഥ പ്രാണായാമം. ദീർഘനേരം അനായാസമായി നമ്മളെ വിസ്മരിച്ചതിന് ശേഷം ആ ബോധത്തെയും അതിജീവിച്ച് സ്തംഭവൃത്തി പ്രാണായാമം സംഭവിക്കുന്നു. അതിനെ നമ്മുടെ ചതുർത്ഥ പ്രാണായാമം എന്നാണ് പറയുന്നത്. ഇങ്ങനെ
4 രീതിയിലുള്ള പ്രാണായാമങ്ങളെ കുറിച്ചിട്ടാണ് പതഞ്ജലി മഹർഷി പറഞ്ഞിരിക്കുന്നത്. ഈ പ്രാണായാമത്തിന്റെ ഗുണത്തെ കുറിച്ചിട്ട് പതഞ്ജലി മഹർഷി പറഞ്ഞിരിക്കുന്നത് തദക്ഷീയതയെ പ്രകാശാവരണം എന്നാണ്. എന്തിനാണ് ഈ പ്രാണായാമം ചെയ്യുന്നത്? തദക്ഷീയതയെ പ്രകാശാവരണം. പ്രാണായാമം കൊണ്ട് പ്രകാശാവരണം നശിക്കുന്നു എന്നാണ്. പ്രാണായാമം കൊണ്ട് പ്രകാശാവരണം. ഇവിടെ പ്രകാശം എന്നുള്ളതിന് എന്താണ്? ജ്ഞാനം എന്നാണ് അർത്ഥം. ആ പ്രകാശത്തിന്റെ പ്രകാശം മീൻസ് ജ്ഞാനം. ആ ജ്ഞാനത്തെ മൂടിയിരിക്കുന്ന ആവരണം. ജ്ഞാനം മറക്കപ്പെട്ടിരിക്കുകയാണ് നമ്മുടെയൊക്കെ, അല്ലെ? നമ്മളുടെയൊക്കെ ശരിയായ ജ്ഞാനം മറക്കപ്പെട്ടിരിക്കുകയാണ്. നമുക്ക് ശരിയായ ജ്ഞാനത്തിലല്ല നമ്മളെല്ലാവരും ജീവിക്കുന്നത്. അതുകൊണ്ട് ആ ജ്ഞാനത്തെ മറച്ചിരിക്കുന്നതിനെ എന്താവും? ഇല്ലാതാക്കാൻ, ആ ആവരണത്തെ ഇല്ലാതെയാക്കും എന്ത്? പ്രാണായാമം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ജ്ഞാനത്തെ പുറത്തു കൊണ്ടുവരും, ജ്ഞാനത്തെ പ്രകാശിപ്പിക്കും പ്രാണായാമം എന്നാണ്. പ്രാണായാമം നിരന്തരമായി ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ചിന്തകളെല്ലാം അടങ്ങുകയും മനസ്സ് ശാന്തമാകുകയും മനസ്സ് നിശ്ചലമാകുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് എന്താണ്? സ്വരൂപജ്ഞാനം, നമ്മുടെ ഉള്ളിൽ നമുക്ക് സ്വരൂപത്തെ അറിയാൻ, നമ്മുടെ സ്വരൂപം എന്ന് പറയുന്നത് ഞാൻ ആത്മാവാണെന്നുള്ള ബോധമാണ് സ്വരൂപം. ഞാൻ ആത്മാവാണെന്നുള്ള ബോധത്തിലേക്ക് എത്താൻ സാധാരണ ആ പ്രകാശം, ആ ഞാൻ ആത്മാവാണ് എന്ന ആ ജ്ഞാനം, ആ അറിവിനെ മറച്ചിരിക്കുന്നത്, ആ മറച്ചിരിക്കുന്ന മറയെ പ്രാണായാമത്തിലൂടെ ഇല്ലാതാക്കാം. സ്വരൂപജ്ഞാനം ഉണ്ടാവും, സ്വരൂപ സിദ്ധി നമുക്കുണ്ടാവും, സ്വരൂപത്തെ നമുക്ക് അറിയാൻ കഴിയും. അതിനാണ് പ്രാണായാമം ചെയ്യുന്നത്. അപ്പൊ ഈ സ്വരൂപത്തെ മറച്ചിരിക്കുന്നത് ആരാണ്? അത് രജസും തമസുമാണ്. നമ്മുടെ ഉള്ളിലുള്ള ഗുണങ്ങളാണ് രജോ ഗുണവും തമോ ഗുണവും. ആ രജ ഗുണവും തമോ ഗുണവുമാണ് ഇത് ഈ സ്വരൂപത്തെ മറച്ചിരിക്കുന്നത്. അപ്പൊ പ്രാണായാമം നിരന്തരമായി ചെയ്യുന്നതിലൂടെ നമ്മുടെ സത്വഗുണം വർദ്ധിപ്പിച്ച് കൊണ്ടുവരാനും ഈ രജോ ഗുണത്തെയും തമോ ഗുണത്തിന്റെയും ആവരണത്തെ മാറ്റി സത്വഗുണത്തിനെ നമുക്ക് വർദ്ധിപ്പിച്ച് അവിടെ ആ സത്വഗുണത്തിന്റെ പ്രകാശത്തിൽ നമുക്ക് സ്വരൂപത്തെ ദർശിക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കും. അതാണ് പ്രകാശാവരണത്തെ ഇല്ലാതാക്കാൻ സഹായിക്കുന്ന പതഞ്ജലി മഹർഷി അടുത്ത സൂത്രത്തിലൂടെ പറഞ്ഞിരിക്കുന്നത്. ക്ഷീയതയെ ക്ഷയിക്കുന്നു പ്രകാശാവരണം. ഈ അജ്ഞാനമാകുന്ന ആവരണം, ഈ രജ തമോ ഗുണങ്ങൾ കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്ന അവിദ്യ അജ്ഞാനം പ്രാണായാമത്തിലൂടെ മാറി നമുക്ക് ജ്ഞാനം ഉണ്ടാകുന്നു. ആ ജ്ഞാനം എന്ന് പറയുന്നത് എന്താണ്? സ്വരൂപ ദർശനമാണ്. അത് നമുക്ക് സിദ്ധിക്കുന്നതാണ്. അടുത്ത മറ്റൊരു ഗുണം കൂടി പറയുന്ന 53ാമത്തെ സൂത്രത്തിൽ ധാരണാസുച്ച യോഗ്യത മനസഹ. ധാരണാസുച്ച യോഗ്യത മനസ. ധാരണാസുച്ച യോഗ്യത മനസ എന്ന് വെച്ച് കഴിഞ്ഞാൽ ധാരണയ്ക്കുള്ള യോഗ്യത നമുക്ക് സിദ്ധിക്കുന്നു. ധാരണ, ഒരു പ്രത്യേക വിഷയത്തിലേക്ക് നമുക്ക് ഏകാഗ്രമായിരിക്കുവാൻ കഴിയുന്നതിന് പറയുന്ന പേരാണ് ധാരണ. ദീർഘനേരം ഒരു പ്രത്യേക വിഷയത്തിൽ മനസ്സിനെ ഏകാഗ്രമാക്കി വെക്കുവാൻ കഴിയുന്ന അവസ്ഥയാണ് ധാരണ. ആ അവസ്ഥയിലേക്ക് നമ്മുടെ ധാരണയിലേക്ക് നമ്മുടെ പ്രാണായാമം കൊണ്ടുപോകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്തരംഗ യോഗത്തിലാണ് ധാരണ വരുന്നത്. അന്തരംഗ യോഗത്തിന്റെ ആദ്യപടിയാണ് ധാരണ. അന്തരംഗ യോഗത്തിന്റെ ആദ്യപടിയായ ധാരണയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത് എന്താണ്? പ്രാണായാമമാണ് എന്നാണ് ഇവിടെ പറഞ്ഞത്. അതാണ് അത് ധാരണ. അപ്പൊ ധാരണയ്ക്ക് നമ്മളെ പ്രാപ്തമാക്കും. ഇതാണ് പ്രാണായാമത്തെ കുറിച്ച് പതഞ്ജലി മഹർഷി പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രാണായാമത്തെ കുറിച്ച് ഹഠയോഗത്തിലാണ് ദീർഘമായ പ്രതിപാദനം. പതഞ്ജലി മഹർഷി ഇത്രയും പറയുന്നത് പ്രാണായാമത്തെ കുറിച്ച്. പക്ഷേ നമ്മൾ ഹഠയോഗത്തിൽ പോകുമ്പോൾ പ്രാണായാമം, വ്യത്യസ്ത രീതിയിലുള്ള പ്രാണായാമം, ഈ പ്രാണായാമം എങ്ങനെയൊക്കെ ചെയ്യണം, ചെയ്താൽ എന്താ ഗുണം, അതിന്റെ ദോഷങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് വീണ്ടും അറിയുവാൻ കഴിയുന്നത് ഹഠയോഗ ഗ്രന്ഥങ്ങളിലാണ് പ്രാണായാമത്തെ കുറിച്ച് ധാരാളമായിട്ട് പ്രതിപാദിക്കുന്നത്. അതിൽ തന്നെ ഹഠയോഗത്തിൽ നമ്മൾ നോക്കുമ്പോൾ എന്താണ് പ്രാണായാമത്തെ കുറിച്ച് അഷ്ടകുംഭകങ്ങൾ എന്നുള്ള രീതിയിലാണ് നമുക്ക് പ്രാണായാമത്തെ കാണാൻ പറ്റുക. അഷ്ടകുംഭകം, 8 കുംഭകങ്ങളാണ്. ഇവിടെ നമ്മൾ പറഞ്ഞു ബാഹ്യവൃത്തി പ്രാണായാമം, ആഭ്യന്തരവൃത്തി പ്രാണായാമം, സ്തംഭവൃത്തി പ്രാണായാമം, അന്തർകുംഭം, ബഹിർകുംഭം എന്നുള്ള നിലയ്ക്ക് അല്ലെ. പൂരക പ്രാണായാമം, രേചക പ്രാണായാമം, കുംഭക പ്രാണായാമം, 3 രീതിയിൽ കുംഭകത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതിന് അഷ്ടകുംഭങ്ങൾ, 8 രീതിയിലുള്ള കുംഭകം എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഹഠയോഗത്തിൽ കാണാൻ വേണ്ടിയിട്ട് കഴിയും. സൂര്യഭേദനം, ഉച്ചയി, ശീതളി, ശീൽക്കാരി, ഭസ്ത്രിക, പ്രാമരി, മൂർച്ച, പ്ലാവിനി, അഷ്ടകുംഭക എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഹഠയോഗത്തിൽ പ്രാണായാമത്തെ കുറിച്ചിട്ട് പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ വേണ്ടിയിട്ട് കഴിയും. സൂര്യഭേദനം, ഉജ്ജായി, ശീൽക്കാരി, ശീതളി, തഥ ഭസ്ത്രിക, ഭ്രാമരി, മൂർച്ച, പ്ലാവിനി, അഷ്ടകുംഭക എന്നാണ് എന്ത് ഹഠയോഗത്തിൽ പറഞ്ഞിരിക്കുന്നത്. സൂര്യഭേദനം, ഉജ്ജായി, സൂര്യഭേദനം, ഉജ്ജയി 2 പ്രാണായാമങ്ങളാണ്. ശീതളി, ശീൽക്കാരി, സദാ, ശീതളി പ്രാണായാമം, ശീൽക്കാരി പ്രാണായാമം 2 പ്രാണായാമം. തഥാ ഭസ്ത്രിക, ഭ്രാമരി, മൂർച്ച, പ്ലാവിനി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഭസ്ത്രിക, ഭ്രാമരി, മൂർച്ച, പ്ലാവിനി 4 എണ്ണം. അഷ്ടകുംഭക, ഇതാണ് അഷ്ടകുംഭകങ്ങൾ. സൂര്യവേദനം, ഉച്ചയി, ശീതളി, ശീൽക്കാരി, ഭസ്ത്രിക, ഭ്രാമരി, മൂർച്ച, പ്ലാവിനി, ഇങ്ങനെ 8 എണ്ണമാണ് അഷ്ടകുംഭകങ്ങൾ എന്നുള്ള നിലയ്ക്ക് നമുക്ക് പ്രാണായാമത്തെ കുറിച്ചിട്ട് ഹഠയോഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയും. ഇതാണ് പ്രാണായാമത്തെ കുറിച്ചിട്ടുള്ള കാര്യം.
ഇനി നമുക്ക് എന്താണ് പ്രത്യാഹാരം എന്നുള്ളത് നോക്കാം. തൊട്ടടുത്ത അപ്പൊ യമ, നിയമ, ആസന, പ്രാണായാമം എന്നറിയപ്പെടും പ്രത്യാഹാരം. പ്രത്യാഹാരത്തോടുകൂടി ബഹിരംഗ യോഗം അവസാനിക്കും. ബഹിരംഗ യോഗത്തിലെ അവസാനത്തെ അംഗമാണ് എന്ത് പ്രത്യാഹാരം എന്ന് പറയുന്നത്. അതിനെ കുറിച്ചിട്ട് പറയുന്നത് സ്വവിഷയ സംപ്രയോഗേ ചിത്തസ്യ സ്വരൂപാനുകാര ഇവേന്ദ്രിയാണാം പ്രത്യാഹാരഃ എന്നാണ്. സ്വവിഷയ സംപ്രയോഗേ ചിത്തസ്യ സ്വരൂപാനുകാര ഇവേന്ദ്രിയാണാം പ്രത്യാഹാരഃ. ഇന്ദ്രിയങ്ങളെ സ്വവിഷയങ്ങളിൽ നിന്നും പിൻവലിച്ച് അതിനെ മനസ്സിൽ തന്നെ ലയിപ്പിക്കുന്നതിന് പറയുന്ന പേരാണ് പ്രത്യാഹാരം. ഇന്ദ്രിയങ്ങളെ അതിന്റെ വിഷയങ്ങളിൽ നിന്നും പിൻവലിച്ചതിന് ശേഷം ഇന്ദ്രിയങ്ങളുടെ അധിപനായിട്ടുള്ള മനസ്സിലേക്ക് അതിനെ ലയിപ്പിക്കുന്നതിന് പറയുന്ന പേരാണ് പ്രത്യാഹാരം. പ്രത്യാഹാരം എന്ന് പറഞ്ഞാൽ പ്രതി ആഹാരം എന്നാണ് പ്രത്യാഹാരം. പ്രതി ആഹാരം, ആഹാരത്തിൽ നിന്ന് പിൻവലിക്കുക, അതാണ് പ്രതി ആഹാരം. പ്രതി പ്ലസ് ആഹാരം, പ്രത്യാഹാരം. പ്രതി പിൻവലിക്കുക, ആഹാരം, ആഹാരത്തെ എന്ത് ഇന്ദ്രിയങ്ങളുടെ ആഹാരത്തെ അതിൽ നിന്ന് പിൻവലിക്കുക. എന്താ ഇന്ദ്രിയങ്ങളുടെ ആഹാരം? കണ്ണിന്റെ ആഹാരം കാഴ്ച, അതാണ് കണ്ണിന്റെ ആഹാരം. ചെവിയുടെ ആഹാരം അതിന്റെ കേൾക്കുക. മൂക്കിന്റെ ആഹാരം മണം. നാവിന്റെ ആഹാരം രുചി. ത്വക്കിന്റെ ആഹാരം സ്പർശം. അപ്പോ ആ സ്പർശത്തിൽ നിന്ന്, രുചിയിൽ നിന്ന്, ഗന്ധത്തിൽ നിന്ന്, ശബ്ദത്തിൽ നിന്ന്, കാഴ്ചയിൽ നിന്ന് ഇന്ദ്രിയങ്ങളെ പിൻവലിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു വിഷയവും നമ്മുടെ ഉള്ളിലേക്ക് വരില്ല. കാരണം വിഷയങ്ങളെ കൊണ്ടുവരുന്നത് ഈ ജ്ഞാനേന്ദ്രിയങ്ങളാണ്. അപ്പൊ ജ്ഞാനേന്ദ്രിയങ്ങളെ അതിന്റെ വിഷയങ്ങളിൽ നിന്ന് പിൻവലിച്ച് അതിന്റെ അധിപനായിട്ടുള്ള മനസ്സിൽ അതിനെ ലയിപ്പിക്കുക. ആ ലയിപ്പിക്കുന്നത് പറയുന്ന പേരാണ് എന്ത് പ്രത്യാഹാരം എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ സദാ ബാഹ്യ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. ബാഹ്യ ലോകവുമായിട്ട് നമ്മളെ ബന്ധിപ്പിക്കുന്ന ഇന്ദ്രിയങ്ങളാണ്. ഇന്ദ്രിയങ്ങളില്ലെങ്കിൽ നമുക്ക് ഈ ബാഹ്യലോകവുമായിട്ട് ബന്ധമില്ല. അതുകൊണ്ട് ഉറങ്ങുമ്പോൾ നമുക്ക് ബാഹ്യലോകവുമായിട്ട് ബന്ധമില്ല. ഉറങ്ങുമ്പോൾ നമുക്ക് ആർക്കും ബാഹ്യലോകവുമായിട്ട് ബന്ധമില്ല. കാര്യം എന്താ? ഇന്ദ്രിയങ്ങൾ മനസ്സിൽ ലയിച്ചിരിക്കുകയാണ്. ഇന്ദ്രിയങ്ങൾ മനസ്സിൽ ലയിച്ചതുകൊണ്ടാണ് നമുക്ക് ഉറക്കം വന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഉറങ്ങിയത്. ഇന്ദ്രിയങ്ങൾ മനസ്സിൽ ലയിക്കുന്നില്ലെങ്കിൽ നമുക്ക് ഉറക്കം ഉണ്ടാകും. ഇന്ദ്രിയങ്ങൾ മനസ്സിൽ നിന്ന് പ്രകൃതിയുമായിട്ട് ബന്ധപ്പെടുന്നതാണ് ഉണർവ് എന്ന് പറയുന്നത്. ആ പുറത്തെ വിഷയങ്ങളിൽ നിന്ന് ഇന്ദ്രിയങ്ങൾ പിൻവലിഞ്ഞ് മനസ്സിൽ ലയിക്കുന്നതാണ് എന്താ ഉറക്കം എന്ന് പറയുന്നത്. ആ ഉറക്കം, ഉണർവ്, ആ ബോധപൂർവ്വം ഉണർന്നിരിക്കെ തന്നെ നമുക്ക് ഈ ഇന്ദ്രിയങ്ങളെ അതിന്റെ വിഷയങ്ങളിൽ നിന്ന് മനസ്സിൽ ലയിപ്പിക്കാൻ സാധിക്കണം. ഉണർന്നിരിക്കെ തന്നെ അതിന് സാധിക്കണമെന്നാണ്. അപ്പൊ നമുക്ക് ജാഗ്രത അവസ്ഥയിൽ തന്നെ ഈ വിഷയങ്ങളെ ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്ന് പിൻവലിച്ച് മനസ്സിൽ ഉറപ്പിച്ചാൽ അതിന് പറയുന്ന പേരാണ് തുരീയം. തുരീയ അവസ്ഥ എന്നാണ്. ആ അവസ്ഥയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കഴിയണം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോ അങ്ങനെ ശ്രദ്ധയോടെ നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള അന്തർബോധത്തെ നമുക്ക് അപ്പോൾ ദർശിക്കാൻ കഴിയും. ബാഹ്യബോധത്തിൽ നിന്ന് നമുക്ക് അന്തർബോധത്തിലേക്ക് വരാൻ കഴിയും. അപ്പോ ഈ ബാഹ്യ ലോകത്തിൽ നിന്ന് ആന്തരിക ലോകത്തിലേക്കുള്ള ബ്രിഡ്ജ് ആണ്, അല്ലെങ്കിൽ ബഹിരംഗ യോഗത്തിൽ നിന്ന് അന്തരംഗ യോഗത്തിലേക്ക് കടക്കാനുള്ള ബ്രിഡ്ജ് ആണ്, പാലമാണ് എന്ന് പറയുന്നത് പ്രത്യാഹാരം എന്ന് പറയുന്നത്. അപ്പൊ ഈ പാലം എന്താണ്? ഈ അംഗങ്ങളാണ്. കാരണം എന്താ? ഈ പുറത്തേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഇന്ദ്രിയങ്ങൾ, മനസ്സിനെ പുറത്തേക്ക് കൊണ്ടുപോകുന്നത് ഇന്ദ്രിയങ്ങളായതുകൊണ്ട് ആ പുറത്തേക്ക് കൊണ്ടുപോകുന്ന ഇന്ദ്രിയങ്ങളെ അടക്കം ചെയ്തു കഴിഞ്ഞാൽ മനസ്സിന് അകത്തേക്ക് യാത്ര ചെയ്യാൻ കഴിയും. അപ്പൊ ആ പാലത്തെ നമുക്ക് എങ്ങോട്ടാക്കാം? ഉള്ളിലേക്ക് തിരിക്കാൻ കഴിയും. അന്തർബോധത്തിലേക്ക് നമുക്ക് പോകാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ബാഹ്യ ലോകത്ത് നിന്ന് ആന്തരിക ലോകത്തിലേക്ക് മനസ്സിനെ എന്താണ് തിരിച്ചു കൊണ്ടുവരാനുള്ള പ്രക്രിയയാണ് പ്രത്യാഹാരം എന്ന് പറയുന്നത്. അതിന് നമുക്ക് എന്ത് വേണം? ഇന്ദ്രിയങ്ങളിൽ നിന്ന് മനസ്സിനെ ബോധപൂർവം പിൻവലിക്കുവാൻ വേണ്ടി, ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്ന് മനസ്സിനെ ബോധപൂർവം പിൻവലിക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കണം. ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്ന് ബോധപൂർവം മനസ്സിനെ പിൻവലിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും കാണാണ്ടിരിക്കും, ഒന്നും കേൾക്കാണ്ടിരിക്കും, മടക്കാണ്ടിരിക്കും. അങ്ങനെയല്ല. അതിന്റെ എന്താ? കണ്ടാൽ അത് മനസ്സിന് ഇളക്കം ഉണ്ടാകരുത്, കേട്ടാൽ മനസ്സിന് ഇളക്കം ഉണ്ടാവരുത്, മണമടിച്ചാൽ മനസ്സിന് ഇളക്കം ഉണ്ടാവരുത്, രുചി അടിച്ചാൽ മനസ്സിന് ഇളക്കം ഉണ്ടാവരുത്, സ്പർശനം ഏറ്റാൽ മനസ്സിന് ഇളക്കം ഉണ്ടാവരുത്. ഈ ഓരോ അവസ്ഥയിലും മനസ്സിന് ഇളക്കമില്ലാണ്ടിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? നല്ല ഗന്ധം, നല്ല മീൻ വറക്കുന്ന ഗന്ധം, അല്ലെങ്കിൽ ഇറച്ചി ഫ്രൈ ചെയ്യുന്ന മണം കേട്ട് കഴിഞ്ഞാൽ എന്തുണ്ടാവരുത്? നമുക്ക് കഴിക്കണം എന്നുള്ള തോന്നലുണ്ടാവരുത്. ആ മണം അവിടെ അടിച്ചോട്ടെ, നമുക്ക് കുഴപ്പമൊന്നുമില്ല, നമ്മളെ അത് ബാധിച്ചില്ല, എന്ത് മണം അടിച്ചാലും നമുക്ക് കുഴപ്പം എന്ന് പറയാൻ പറ്റുന്ന അവസ്ഥ. മണം നമ്മൾ കേട്ടു, പക്ഷെ എന്താണ്? നമുക്കത് വേണമെന്ന തോന്നലുണ്ടായില്ല. നല്ലൊരു വസ്ത്രം നമ്മൾ കണ്ടു, നല്ലൊരു പൂ നമ്മൾ കണ്ടു, ഉടനെ അതെനിക്ക് വേണം എന്നുള്ളത്. നല്ല റോസാപ്പൂ ഒക്കെ കണ്ടാൽ കിട്ടിയാൽ തലവെക്കാന്ന് സ്ത്രീകൾക്ക് തോന്നില്ലേ? അല്ലെങ്കിൽ നല്ലൊരു മൊബൈൽ കണ്ടാൽ പുരുഷന്മാർക്ക് വേണം എന്ന് തോന്നാറില്ലേ? അല്ലെങ്കിൽ നല്ലൊരു ഷർട്ട് കണ്ടു കഴിഞ്ഞാൽ അത് വാങ്ങണം എന്ന് തോന്നില്ല? അതുപോലെ അപ്പൊ എന്താ? നല്ലത് കണ്ടു കഴിഞ്ഞാൽ കണ്ടു, നല്ലതാണ്, കുഴപ്പമില്ല, പക്ഷെ എനിക്ക് വേണ്ട, എന്റെ മനസ്സിൽ അതൊന്നും ഉണ്ടാക്കിയില്ല
ചലനം ഉണ്ടാക്കിയില്ല, എന്റെ മനസ്സിനെ അത് ബാധിച്ചില്ല, എനിക്കത് വേണമെന്നുള്ള തോന്നലിലേക്ക് എന്നെ അത് കൊണ്ടുപോയില്ല. അതാണ് നീ കേട്ടാൽ പരദൂഷണം കേട്ട് കഴിഞ്ഞാൽ ഉടനെ ചെവി ഇങ്ങനെ പൂർത്തിട്ട് എന്താ പറയുന്നത്, എന്നെ കുറിച്ചിട്ടാണോ പറയുന്നത് എന്ന് അങ്ങനെ കേൾക്കാനില്ല. പറയും എന്താ വെച്ചാൽ പറയട്ടെ, എന്നെ ബാധിക്കുന്ന വിഷയം ഇങ്ങനെയല്ല. നീ എന്നെ കുറിച്ച് പറഞ്ഞാലോ അതും എന്നെ ബാധിക്കില്ല, എന്നെ കുറിച്ച് പറഞ്ഞാലും എന്നെ ബാധിക്കില്ലാത്ത ഒരവസ്ഥയിലേക്ക് സ്പർശനം ഏറ്റ് കഴിഞ്ഞാൽ, തൊട്ടാൽ സ്പർശിച്ചു കഴിഞ്ഞാൽ എന്താണ് അപ്പോഴും എന്താണ് അത് എന്നെ ബാധിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ നമുക്ക് വരാൻ കഴിയും. ഇപ്പൊ ഒരു പൂച്ച നമ്മുടെ കാലിലൂടെ വന്നിങ്ങനെ, പൂച്ച കുട്ടികളുടെ വീട്ടിലത് കാലിൽ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ എന്താ അതിന്റെ പുറം ദേഹത്തോട് ഇങ്ങനെ ഉരച്ചൊരച്ചു നമുക്ക് കിളി ഉണ്ടാകും ചില സമയത്ത്. എന്താ അങ്ങനെ ഉണ്ടായാലും നമുക്ക് ഇളക്കമില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുക. അതവിടെ നടക്കുന്നു, ഇവിടെ നടക്കുന്നു എന്ന് പറഞ്ഞാൽ ആ അവസ്ഥയിലേക്ക് നമ്മൾ, അതാണ് ആ ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്ന് പിൻവലിക്കുക. ഇന്ദ്രിയങ്ങളെല്ലാം അർത്ഥം കുറിച്ച് കളയാന്നുള്ളതല്ല, ഇന്ദ്രിയങ്ങളെല്ലാം ഉണർന്നിരിക്കുമ്പോഴും ഇന്ദ്രിയ വിഷയങ്ങൾ മനസ്സിനെ സ്വാധീനിക്കാത്ത അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് എന്ത്, പ്രത്യാഹാരം എന്ന് പറയുന്നത്. ബോധപൂർവം ഇന്ദ്രിയങ്ങളെ എല്ലാം അടക്കം ചെയ്യുവാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയണം. ആഗ്രഹങ്ങളിൽ നിന്നും പ്രലോഭനങ്ങളിൽ നിന്നും ഒക്കെ ഇന്ദ്രിയങ്ങളെ നമുക്ക് പിൻവലിച്ചിട്ട് ആ മനസ്സിനെ ശാന്തമാക്കി വെക്കുവാനുള്ള കഴിവിനെ പറയുന്ന പേരാണ് പ്രത്യാഹാരം എന്ന് പറയുന്നത്. അപ്പോ എന്താണ്, ഇതാണ് ഇവിടെ ഉദ്ദേശിക്കുന്ന സ്വവിഷയ സംപ്രയോഗേ ചിത്തസ്യ സ്വരൂപാനുകാര ഇന്ദ്രിയാണ പ്രത്യാഹാരം. ഇന്ദ്രിയങ്ങളെ അതിന്റെ വിഷയങ്ങളിൽ പിൻവലിച്ച് ഇന്ദ്രിയങ്ങളുടെ നാഥനായിട്ട് ഉള്ള മനസ്സിൽ അതിനെ, അത് ഇന്ദ്രിയങ്ങളുടെ നാഥൻ, അതിനാണ് ദേവേന്ദ്രൻ എന്ന് പറയുന്നത്. ദേവേന്ദ്രൻ, നമ്മൾ ദേവേന്ദ്രൻ എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിച്ചു ഏതോ ഒരു രാജാവാണ്, ഏതോ ഒരാളാണ് എന്നൊക്കെ, ഏതോ ഒരു ദേവനാണ്. ദേവൻ ഇന്ദ്രൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ദ്രിയങ്ങളുടെ ദേവനാണ്. ആരാ ഇന്ദ്രിയങ്ങളുടെ ദേവൻ? മനസ്സ്. അപ്പൊ മനസ്സിന് പറയുന്ന മറ്റൊരു പേരാണ് ദേവേന്ദ്രൻ. കേട്ടോ, അപ്പൊ ദേവേന്ദ്രൻ എന്നൊക്കെ കേട്ട ഞെട്ടിപ്പോയത്. ദേവേന്ദ്രൻ നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. ആരാ? നമ്മുടെ ഉള്ളിലുള്ള മനസ്സ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മുഴുവൻ നിയന്ത്രിക്കുന്ന ആളാണ് ദേവേന്ദ്രൻ, അല്ലെ? മുഴുവൻ ദേവന്മാരെ നിയന്ത്രിക്കുന്ന ആളാണ് ആര്? ദേവേന്ദ്രൻ. അതേപോലെ നമ്മളെ നിയന്ത്രിക്കുന്ന ആളാണ് ആര്? മനസ്സ്. ആ മനസ്സ് ആണ് നമ്മുടെ രാജാവ്. നമ്മളെ നിയന്ത്രിക്കുന്ന നമ്മുടെ രാജാവാണ് ആര്? ദേവേന്ദ്രൻ. ആ ഇന്ദ്രിയങ്ങളുടെ അധിപൻ. ആ അധിപൻ അതിനെ നിയന്ത്രിക്കാനാണ് പറയുന്നത്. ആ രാജാവിനെ നിയന്ത്രിക്കാൻ, ദേവേന്ദ്രനെ, ഇന്ദ്രിയങ്ങളുടെ ദേവനെ നിയന്ത്രിക്കാൻ, അതിലേക്കാണ് നമുക്ക് പോകേണ്ടത്. അതാണ് ഇവിടെ ഈ പ്രത്യാഹാരത്തിലൂടെ നമ്മൾ അതിലേക്കാണ് വരുന്നത്. ആ ഇന്ദ്രിയ മനസ്സാകുന്ന ദേവേന്ദ്രനെ ഇപ്പൊ നമ്മൾ ഇന്ദ്രിയങ്ങളെ മാത്രമേ ജയിച്ചിട്ടുള്ളൂ. ഇന്ദ്രിയങ്ങളെ ആരടക്കി? മനസ്സ് ഇന്ദ്രിയങ്ങളെ അടക്കി. ദേവേന്ദ്രൻ ഇന്ദ്രിയങ്ങളെ എല്ലാം അടക്കിയിട്ട് അതിങ്ങനെ നിൽക്കുകയാണ്. നമ്മൾ ആ ദേവേന്ദ്രനെ അടക്കണമെങ്കിൽ നമുക്ക്, അതാണ് നമ്മുടെ അടുത്ത പടി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഇന്ദ്രിയ പ്രത്യാഹാരം സിദ്ധിച്ചാൽ എന്താ? പതഞ്ജലി പറയുന്നു പരമാവശ്യതേന്ദ്രിയാണ് എന്നാണ് പതഞ്ജലി പറയുന്നത്. പ്രത്യാഹാരത്തിന്റെ അഭ്യാസപരമായ സാധകന് ഇന്ദ്രിയങ്ങളിൽ സ്വാധീനം ഉണ്ടാകും. ഇന്ദ്രിയങ്ങളെ തന്റെ പരിധിയിൽ നിർത്താൻ വേണ്ടിയിട്ട് ആർക്ക് സാധിക്കും? ഈ പ്രത്യാഹാരം സിദ്ധിച്ച ഒരു യോഗിക്ക് ഇന്ദ്രിയങ്ങളെ തന്റെ പരിധിയിൽ നിർത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നു എന്നാണ് അതിന്റെ ഗുണമായിട്ട് പറയുന്നത്. കഴിഞ്ഞാൽ ഇന്ദ്രിയങ്ങൾക്ക് ഇളക്കമില്ലാത്ത ഒരാളെ പറയുന്നത്. പ്രത്യാഹാരം സിദ്ധിച്ചു കഴിഞ്ഞാൽ ഇന്ദ്രിയങ്ങൾക്ക് ഇളക്കം ഉണ്ടാകുന്നില്ല. ഇതാണ് പതഞ്ജലി മഹർഷി ബഹിരംഗ യോഗത്തിലൂടെ പറയുന്നത്. ഇത് 55ാമത്തെ സൂത്രമാണ്. ഈ 55ാമത്തെ സൂത്രത്തിലൂടെ സാധനാപാദം എന്ന് പറയുന്ന പാതഞ്ജലി യോഗ സൂത്രത്തിലെ സാധനാപാദം അവസാനം. സാധനാപാദത്തിൽ ഏകദേശം നമ്മൾ നോക്കിയത് 28ാമത്തെ സൂത്രം മുതലാണ് നമ്മൾ 28ാമത്തെ സൂത്രം മുതൽ ഏകദേശം 55ാമത്തെ സൂത്രം വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ബഹിരംഗ യോഗത്തിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചത്.